ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയാഴ്ച നമ്മൾ പൊതുവെ മാനേജ്മെന്റ് വിഷയങ്ങളാണ്, മാർക്കറ്റിങ്ങും അതിന്റെ സ്ട്രാറ്റജികളും ഒക്കെയാണ്. ഇന്ന് സെയിൽസ് മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. സെയിൽസ് ഇല്ലാത്ത എവിടെയാണ് അല്ലേ? എല്ലായിടത്തും സെയിൽസ് ആണ്. ഈവൻ നമ്മുടെ ഫാമിലി ലൈഫിൽ പോലും. ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ നിങ്ങൾക്ക് വിൽക്കുകയാണ്. സുദീപ് സാറിനെ വിൽക്കാൻ റെഡിയായിട്ട് വന്നിരിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യത്തിൽ ഒരു വിൽപ്പനയുടെ ഒരു മഹാമഹമാണ് ലൈഫ് എന്ന് പറയുന്നത് തന്നെ. ഭർത്താവ് ഭാര്യയെ വിൽക്കുന്നു, ഭാര്യ ഭർത്താവിനെ വിൽക്കുന്നു. പക്ഷേ ഈ വിൽപ്പന ശരിയാകാതെ വരുമ്പോഴാണ് സത്യത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ വിൽപ്പന അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ മഹത്തായ സൈക്കോളജിയാണ്. എല്ലായിടത്തും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സെയിൽസ് മാനേജ്മെന്റിനെ കുറിച്ച് സുദീപ് സാർ ദീർഘമായിട്ട് പല ഘട്ടങ്ങളായി സംസാരിക്കും. ഇന്ന് അതിന്റെ ആദ്യത്തെ സെഷനാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഈ സെഷനിലേക്ക് ക്ഷണിക്കാൻ, അതോടൊപ്പം സുദീപ് സാറിനെയും. സുദീപ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു വെരി മച്ച് സാർ. ഒരു പ്രാവശ്യം കൂടെ സാറിന്റെ പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് സെയിൽസ് മാനേജർ ബിസിനസ് സ്ട്രാറ്റജീസും ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സാർ അവസരം തന്നു. അതിനുള്ള നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഞാനും എൻ്റെതായ രീതിയിൽ എൻ്റെ എൻക്വയറീസ് വന്നതൊക്കെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്തു. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് ഈ ആഴ്ച, അത് കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു, ഞാൻ ഗൂഗിളിൽ ഒന്ന് ചെയ്തിരുന്നു. എന്നാലും എപ്പോഴും ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് സാബു സാറുമായിട്ടൊന്ന് കൊളാബറേറ്റ് ചെയ്യും പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ്. തീർച്ചയായിട്ടും സെയിൽസ് സാറ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുപോലെ സെയിൽസ് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി ജനിച്ചത് തൊട്ട് അവനെ കണ്ട് അവന് ഈ ഒരു യോഗ്യനാണ് അല്ലെ യോഗ്യത ഉള്ളതാണെന്ന് ഒരു പേരൻസിനാണ് ഫീൽ ചെയ്യുന്നത്. ഇസ് ബോൺ ടു ദ വേൾഡ്, അല്ലെ, ഭൂമിയിലേക്ക് വന്നു. അപ്പൊ അവന് മുന്നോട്ട് പോകുമ്പോൾ അവനെ തന്നെ അവന്റെ സ്കില്ല് ഒരുപക്ഷെ ഒരു കുട്ടി വളരുമ്പോൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ ചിരി വിൽക്കുമ്പോഴാണ് പേരൻസിന് സന്തോഷമാകുന്നത്. ആക്ച്വലി നാച്ചുറലായിട്ട് ഒരു കുട്ടിയുടെ ചിരിയാണ്, പക്ഷെ എന്നാലും ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നത് എന്ന് പറയുന്ന ആ കുട്ടിയുടെ ചിരിയാണ്. അപ്പോൾ അവിടുന്ന് തുടങ്ങുന്നു പുള്ളിയുടെ ഒരു സെയിൽസ് സ്കില്ല്. മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനുള്ള, അല്ലെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സ്കില്ല് അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ആരെങ്കിലും എന്നെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി 2-3 കാര്യം പറയുന്നു. ഞാൻ സെയിൽസില് ഞാൻ എൻ്റെ MBA കഴിഞ്ഞ ശേഷം 25 years ഐ വാസ് വർക്കിംഗ് ഇൻ എൻ ഇൻഡസ്ട്രി. എല്ലാ 25 വർഷവും വർക്ക് ചെയ്തതും സെയിൽസ് സംബന്ധമായ അല്ലെ ബിസിനസ് ഡെവലപ്മെന്റ്. എവിടെ പോയാലും സെയിൽസ് ഇല്ലാതെ കമ്പനി പോകത്തില്ല. തീർച്ചയായിട്ടും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഒഴിച്ച് പല ഡിപ്പാർട്ട്മെന്റ്സിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഫോക്കസ് ചെയ്തത് കൂടുതലും സെയിൽസിലേക്കായിരുന്നു, ബിസിനസ് ഡെവലപ്മെന്റിലേക്കായിരുന്നു. അതുകൊണ്ട് ദിസ് ഇസ് വാട്ട് ഓൾ അബൌട്ട് മീ. IIM-ന്റെ അലൂമിനസ് ആണ് ഞാൻ. IIM കൽക്കട്ടയിലും IIM ഇൻഡോറിലും സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ്ങിലും വേണ്ട രീതിയിലുള്ളൊരു ഒരു ട്രെയിനർ ആണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊരു ട്രെയിനറിന്റെ കീഴിൽ അഭ്യസിച്ചാലേ പറ്റത്തുള്ളൂ. അതിലൊരു ട്രെയിനറാണ് എൻ്റെ ഒരു ട്രെയിനർ, എന്താ പറയുന്നത്, മെന്ററാണ് സാബു സാറ്. സാറിന്റെ കീഴിലും എനിക്ക് പഠിക്കുവാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി കമ്മിങ് ബാക്ക് ടു ദ സബ്ജക്ട്, നമ്മൾ ഏത് ഫീൽഡ് ആയാലും, വെദർ യു ആർ എ ട്രെയിനർ ഓർ യു ആർ എ എഡ്യൂക്കേറ്റർ, യു ആർ എ പ്രൊഡക്റ്റ് സെല്ലർ ഓർ എ സർവീസ് പ്രൊവൈഡർ, അവർ ഫോക്കസ് ഈസ് ടു ഇൻക്രീസ് സെയിൽസ്. അതെങ്ങനെ വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. കാരണം ഒരു സൈഡിൽ കൂടെ നമ്മുടെ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പെൻസ് അല്ല, കോസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സെയിൽസ് കൂട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നു എന്ന് വിശ്വസിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സാർ. ഓക്കെയാണോ? എല്ലാം ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ സെയിൽസ് കൂട്ടിയെങ്കിൽ മാത്രമേ നോക്കാം. അപ്പം പലപ്പോഴും ചിന്തിക്കുന്നത് പല കമ്പനികളിൽ അല്ലെങ്കിൽ പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഇന്ന് പോസ്റ്റ് ഓൺ ചെയ്ത് ഫാക്ടേഴ്സ് വളരെ കൂടുതലാണ്. നമുക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കുട്ടികളുടെ ഫ്ലോ ഓവർസീസിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ വന്നായിരുന്നു, 14 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ MG യൂണിവേഴ്സിറ്റിയിലെ ക്ലോസ് ഡൗൺ ചെയ്യുന്നു, മെർജർ ചെയ്യുന്നു, അല്ലാതെ വൈൻഡപ്പ് ചെയ്യുന്നു, സാർമാർക്ക് ജോലി നഷ്ടപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. പല കമ്പനികൾ പോകുന്നു. കോട്ടയം സിറ്റി എടുത്താൽ തന്നെ നമുക്കറിയാം
എന്തുമാത്രം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, എന്തുമാത്രം ടെക്സ്റ്റൈൽ കമ്പനികളുണ്ട്. അവരെല്ലാം പലപ്പോഴുമായിട്ട് പൂട്ടിപ്പോയത് എന്തെങ്കിലുമൊക്കെ റീസൺസ് കൊണ്ടായിരിക്കും, അവരുടേതായ കാരണങ്ങളായിരിക്കത്തില്ല. ഒന്ന്, അവര് തന്നെത്താൻ അപ്ഗ്രേഡ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ അവര് മറന്നുപോയോ അല്ലെങ്കിൽ അത് ഫെയിൽ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് സ്ഥാപനത്തിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് എന്താണ്? ഇപ്പൊ രണ്ട് രീതിയിലുള്ള ഇൻകം നമ്മൾ ചെയ്യാറുണ്ട്. ഒന്ന്, പാസീവായിട്ടുള്ള ഇൻകം. ഇപ്പൊ ഒരു ഗവൺമെന്റിൽ വർക്ക് ചെയ്യാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 55 വയസ്സ് റിട്ടയർ ചെയ്യുന്നതിനും വരെ വി ഹാവ് ടു ഗെറ്റ് ദാറ്റ് ഇൻകം ഓൺലി. അതിനുശേഷം ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് പെൻഷൻ കിട്ടുന്നു, വി ആർ ഗെറ്റിംഗ് സം അതർ പാസീവ് ഇൻകം. എന്നാൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവര് ദേ ഹാവ് ബോത്ത് ഓപ്ഷൻസ്. പക്ഷെ ചില പ്രൈവറ്റ് കമ്പനികളിൽ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേറൊരു രീതിയിൽ ഒരു പാസീവ് ഇൻകം ചെയ്തിട്ടുണ്ടെങ്കിൽ ടെർമിനേറ്റീവ്. കഴിഞ്ഞ ദിവസം ഞാനൊരു HR മാനേജറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തതാണ്. അപ്പൊ അതിന്റെ പോളിസി പുള്ളി വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. കാരണം പുള്ളിക്ക് അല്ലാതുള്ള കുറച്ച് പാസീവ് ഇൻകംസ് ജനറേഷൻ എന്താ പറയുക മോഡൽസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഫെയിൽ ആകാതെ എങ്ങനെ നമ്മുടെ സെയിൽസിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു കമ്പനിയിൽ, ഏത് കമ്പനിയായാലും, വെദർ യു ആർ എ ഫ്രണ്ട് ലൈനർ ഓർ എ മിഡിൽ മാനേജർ ഓർ ടോപ്പ് മാനേജർ, ദർ ഇസ് നോ എക്സ്ക്യൂസ്. ഓണർ നിങ്ങളെ അവിടെ ഇരുത്തിയേക്കുന്നത് സെയിൽസ് കൂട്ടാനാണ്, ബിസിനസ് കൂട്ടാനാണ്. സെയിൽസ് മാത്രം കൂട്ടിയാൽ പോരാ, നിങ്ങളുടെ അത് ഇൻകം കമ്പനിയിൽ വരണം, പേയ്മെന്റ് വരണം. പേയ്മെന്റ് കിട്ടാതെ ചില കമ്പനികളിൽ സെയിൽ ചെയ്തു 90 ഡേയ്സ് 60 ഡേയ്സ് 1 ഇയർ ആയിട്ടും തരാത്ത ആൾക്കാരുണ്ട്. അവരുടെ പുറകെ നമ്മൾ വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഒരു സെയിൽസുകാരൻ അവന്റെ സെറ്റ് ഓഫ് ഗോൾസ് അവൻ ഡ്രീം ചെയ്യുമ്പോൾ അവന് മെയിൻ ആയിട്ടുള്ളത് അവനൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഷുഡ് ഹാവ് എ ഹാബിറ്റ്. അതിന്റെ പേരാണ് ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിന് കൂടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവന്റെ ഡ്രീമിലേക്ക് എത്താൻ സാധിക്കുമെന്നു ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ യൂസഫ് അലിയെ നോക്കുന്നു, അല്ലെങ്കിൽ ചിത്രപ്പള്ളിയെ നോക്കുന്നു, ഇതെങ്ങനെ ഇവർ ഇത്രയും പെട്ടെന്ന് സക്സസ്ഫുൾ ആയത്. അപ്പൊ നമ്മള് അതായത് അവരെ പിക്ചറിൽ മാത്രമേ കാണുന്നുള്ളൂ. അവര് പല പ്രാവശ്യം ഫെയിലർ ആയതോ, അവരുടെ ടൈം സാക്രിഫൈസ് ചെയ്തതോ, അവർ പല പ്രാവശ്യം ഡിസപ്പോയിന്റഡ് ആയതോ, അവരുടെ ഹാർഡ് വർക്കോ അവരുടെ ഹാബിറ്റോ നമ്മൾ കാണുന്നില്ല. കാണാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ അതിനെപ്പറ്റി മെനക്കെടാൻ തയ്യാറല്ല. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോലും നമുക്ക് തയ്യാറായിട്ടില്ല. ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നുള്ളതാണ്. ഇഫ് യു റിയലി, അതുകൊണ്ടാണ് നമ്മൾ സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യുന്നത്, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പെർഫോമൻസ് അനാലിസിസ് നോക്കി വേർ ആർ യു സ്റ്റാൻഡിങ് ഫ്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു പെർഫോമൻസ് അനാലിസിസിന്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എവിടെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്? കസ്റ്റമർ അൾട്ടിമേറ്റ്ലി, ഇഫ് യു ആർ എ സെല്ലർ, someone has to buy it. തീർച്ചയായിട്ടും അല്ലേ? അതായത് സംഭവം നിങ്ങളൊരു സെയിൽസിലോ ഏതിലും ആയെങ്കിൽ, എഡ്യൂക്കേഷൻ ആണെങ്കിൽ, someone has to buy your product or services. നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ പോലും നിങ്ങൾ പഠിപ്പിക്കുന്നത് കേൾക്കുവാനും അത് റെസിപ്രോക്കേറ്റ് ചെയ്യുവാനും കുറെ സ്റ്റുഡൻസ് വേണം. അല്ലെ പിന്നെന്ത് ടീച്ചറാണ്? അപ്പോൾ നമുക്കൊരു എതിർകക്ഷി ഉണ്ടായിരിക്കണം. ഒരു കോടതി പോയാൽ ഒരു വക്കീൽ, ഒരു എതിർ പാർട്ടിയുണ്ട്, കക്ഷിയുണ്ട്, അവര് വാദിക്കും. ഡിസൈഡ് ചെയ്യുന്നത് ജഡ്ജ് ആണെങ്കിൽ പോലും എന്ന് പറയുന്ന പോലെ ഡിസിഷൻ, ഹൂ ഈസ് ദ ജഡ്ജ് ഇൻ മേക്കിംഗ് ദ ഡിസിഷൻസ്. മഞ്ജുവാരിയുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഞാൻ എന്റെ പേര് മറന്നുപോയി പെട്ടെന്ന്. ഹൂ മേക്സ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് വുമൺ എന്നും പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. So it is who makes the decision of buying the product. It's a customer or a consumer. ഇനി കസ്റ്റമറും കൺസ്യൂമറുമായിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാക്കാം. If I buy a chocolate, I am a customer, but I am not a consumer. കൺസ്യൂം ചെയ്യുന്നത് എൻ്റെ മക്കളാകാം. ഞാനൊരു ചായ ഇട്ടു, കൺസ്യൂം ചെയ്യുന്നത് 2-3 പേരായിരിക്കാം. സോ കൺസ്യൂം ചെയ്യുന്നതും കസ്റ്റമറും ആയിട്ട് വ്യത്യാസമാണ്. എഡ്യൂക്കേഷനിൽ തീർച്ചയായിട്ടും കസ്റ്റമർ എന്ന് പറയുന്നത് പേരൻസ് ആണ്, കൺസ്യൂം ചെയ്യുന്നതാണ് സ്റ്റുഡൻസ്. സോ
നമ്മൾ അഡ്മിഷന് വരുമ്പോൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഡ്മിഷന് അട്രാക്ട് ചെയ്യാണ്. അട്രാക്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോ റീസെന്റ് കണ്ടത് എൻ്റെ ഒരു 3 years എക്സ്പീരിയൻസ് ഞാൻ ഈ കോളേജിൽ വന്നത്. നേരത്തെ ആൾക്കാർ പേരൻസ് വന്ന് ഇട്ടിട്ട് പോവാണ് കോളേജിൽ, കാരണം ദേ നോ ദ കോളേജ്. നൗ ദേ ആർ ആസ്കിങ് ഈ കോഴ്സ് ഉണ്ടോ, ആ കോഴ്സ് ഉണ്ടോ, എത്ര ശതമാനം പ്ലേസ്മെന്റ് ഉണ്ട്, പ്ലേസ്മെന്റ് വരുന്ന കമ്പനികൾ ഏതൊക്കെയാണ്. They wanted to make a decision whether their kid is going to join the college or not. എന്ന് പറയുന്നത് പോലെ ഇന്ന് കസ്റ്റമറിന്, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ എക്സാമ്പിള്, ഞാൻ ഈ പേസ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ പ്രയോജനം, എനിക്ക് ലാഭമുണ്ടോ, എന്റെ പല്ലിന് കുഴപ്പമുണ്ടോ, ഇത് എത്ര നാൾ പേസ്റ്റ് നിൽക്കും. അപ്പോൾ പല കാര്യങ്ങളാണ് ഒരു പർച്ചേസിനെ ട്രിഗർ ചെയ്ത് ആ ഒരു റിക്വയർമെന്റ്സ് നമുക്ക് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we can able to sell easily. So coming to next slide is, it is more important know your customer. ഇത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നത് you will get an idea. So here you will happen like increase your price. പ്രൈസ് കൂട്ടിയാൽ സെയിൽസ് കൂടും അല്ലേ. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് കസ്റ്റമറിന്റെ ബിഹേവിയർ കൊണ്ട് നിങ്ങളുടെ സെയിൽസ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണെങ്കിൽ പോലും, ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് പ്രൈസ് അങ്ങ് കൂട്ടിയാലോ. പ്രൈസ് കൂട്ടാം, ഒരു സ്ട്രാറ്റജിയാണ് പ്രൈസ് കൂട്ടാം. ഇഫ് യു ആർ എ മോണോപോളി, എക്സാമ്പിൾ ഞാൻ പറഞ്ഞ, ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തതാണ്. ദുബൈയിൽ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ നേരത്തെ പാർക്കിംഗ് ചാർജസ് ഇല്ലായിരുന്നു ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ അവർ പാർക്കിംഗ് ലോട്ട്സ് ഒക്കെ വെച്ചു. മുനിസിപ്പാലിറ്റി 1 മണിക്കൂറിന് നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നതിന് 1 ദിറംസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ 1 മണിക്കൂറിന് 1 ദിറംസ്. അപ്പൊ ആ 1 ദിറംസ് 2 വർഷം നടന്നു. അതിനുശേഷം അവർ തീരുമാനിച്ചു അടുത്ത വർഷം തൊട്ട് 1 മണിക്കൂറിന് 1 ദിറംസിന് പകരം 2 ദിറംസ് ആക്കി. ഇനി 2 മണിക്കൂർ ഒന്നിച്ചു പാർക്ക് ചെയ്താൽ 5 ദിറംസ് ആയി. കാരണം 2 2 4 ആവും. ഇപ്പൊ 2 2 5 എന്ന സിനിമ ഉണ്ട് അല്ലെ, എന്ന് പറഞ്ഞ പോലെ 2 മണിക്കൂർ അടുപ്പിച്ച് വെച്ചാൽ 5 ദിറംസ്. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് എത്ര തുടങ്ങി? ഡബിളിൽ കൂടുതലായി. ഇഫ് യു ആർ എ മോണോപോളി, നിങ്ങളുടെ പ്രൊഡക്റ്റ് മോണോപോളിയാണ്, നിങ്ങൾക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ യു ക്യാൻ ഇൻക്രീസ് ദ പ്രൈസ്. ആ കാര്യത്തിൽ നിങ്ങൾ മോണോപോളി ആണോ? നൗ സെക്കൻഡ് ഇസ് ദ ക്വാളിറ്റി. നിങ്ങൾ മോണോപോളി അല്ല, അപ്പോൾ ഫോർഗെറ്റ് അബൌട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ദ ക്വാളിറ്റി. നിങ്ങൾ എന്ത് വില കൊടുത്താലും നല്ലൊരു ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമർ വന്ന് എവിടെ ആയാലും വന്ന് വാങ്ങിച്ചു. ഇപ്പൊ നമുക്കറിയാം, ഞാനൊരു ജ്വല്ലറീസിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യില്ല, എന്നാലും പലപ്പോഴും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ഭീമായി പോയി സ്വർണം വാങ്ങാം. എന്താ കാര്യം? അപ്പൊ എന്തോ ആരോ ബിലീവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഭീമയുടെ സ്വർണം നല്ലതാണെന്ന്. ഒരു പക്ഷേ ഞാൻ ഭീമ ജ്വല്ലേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇതൊന്നും അല്ല, പക്ഷെ someone has told that this is good and it has been spread over the market and people started believing it and ജ്വല്ലേഴ്സിന്റെ അടുത്ത് നമ്മൾ സ്വർണം വിൽക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ അവർ പറഞ്ഞു ഭീമയിലെയാണോ നമ്മൾ എടുക്കാം. അത് എന്തോ ഒരു ട്രസ്റ്റ് വന്നു. സോ അപ്പോൾ if you are not compromising your quality, the business is automatically coming. If you are not, then you have to do that. Third one is the marketing. ഇന്ന് ആടിനെ കാണിച്ചത് പട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും വിശ്വസിച്ചു പോകുന്ന ജനമാണ്. They just don't. They blindly go and buy it. That's the power of media, power of social media, power of advertisement. മമ്മൂട്ടി പറയാണ് എൻ്റെ ഇതുകൊണ്ടാണ് എനിക്ക് സോപ്പ് എൻ്റെ വെളുത്തത്. നമുക്കറിയാം ആ മമ്മൂട്ടി ഈ സോപ്പ് മാനുഫാക്ചർ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത്, അല്ലെങ്കിൽ ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ ഒരു 10 വർഷം ആയതേ ഉള്ളൂ. മമ്മൂട്ടിയുടെ ഏജ് എന്ന് പറയുന്നത് എത്ര വയസ്സാണ്? ഇറ്റ്സ് അബൌവ് 70. അപ്പോൾ അദ്ദേഹം എത്ര നാളോട് ഉപയോഗിക്കാൻ തുടങ്ങി? പക്ഷേ മമ്മൂട്ടിയുടെ ഫെയർനെസ്സും അല്ലെങ്കിൽ ഫെയർനെസ് ക്രീം ഉണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ പോകുന്നു. പക്ഷെ ഒരു വ്യക്തി കേസ് കൊടുത്തൊക്കെ നമുക്കറിയാം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല.
ബട്ട് പീപ്പിൾ ബ്ലൈൻഡ്ലി ബിലീവ് ദോട്ട് സമ്മൺ ഇസ് എൻഡോസിങ് ഇറ്റ്. രണ്ട് രീതിയിൽ എൻഡോസ് ചെയ്യുന്നു. ഒന്ന്, സെലിബ്രിറ്റി കംസ് ആൻഡ് ടെൽ യു, influencers. If you don't have influencers, you don't have money to bring the celebrities, then you have to do the marketing. Testimonial. ഞാൻ ഇന്ന് ഉപയോഗിച്ചു, അതുകൊണ്ട് വളരെ നല്ലത്. കണ്ട, ഇന്ന് ഹെയർ ഓയിൽ ഒഴിച്ചുകൊണ്ട് അതിന്റെ മുടി ഇത്രയും വളർന്നു, നേരത്തെ മുടി ഇത്രയും ഉള്ളായിരുന്നു. See the testimonials. ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പോയി പഠിച്ചു, അന്നേരം തന്നെ എനിക്ക് മൾട്ടിനാഷണൽ കമ്പനിയിൽ 20 ലക്ഷം രൂപയ്ക്ക് സാലറി കിട്ടി. വെരി ഗുഡ്. ടെസ്റ്റിമോണിയൽസ്. അതിലും ഈ ഫോട്ടോ കിട്ടാൻ. ഓക്കെ. അടുത്തത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യു നീഡ് ടു ഹാവ് എ പ്രൊമോഷൻസ്. പുതിയ പ്രൊഡക്ട്സ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഹിന്ദുസ്ഥാൻ ലിവർ, അവരുടെ സെയിം കാറ്റഗറി തന്നെ എത്ര പ്രൊഡക്ട്സ് ഉണ്ട്. ദേ ആർ കോമ്പീറ്റിംഗ് എമംഗ് ദം. ഇപ്പൊ മുത്തൂറ്റ് ഗ്രൂപ്പ് തന്നെ നോക്കാം. ഒരു മുത്തൂറ്റ് തുടങ്ങി, ചേട്ടൻ തുടങ്ങി, അനിയൻ തുടങ്ങി, ആലുക്കാസ് നോക്കാം. ദേ ആർ കോമ്പീറ്റിംഗ് ഈച്ച് അതർ സോ ദാറ്റ് ഔട്ട്സൈഡ് പാർട്ടി ഡസ് നോട്ട് കം ഇൻ ടു ദ പിക്ചർ. ക്ലിയർ ആണോ? സോ അപ്പോൾ പല രീതിയിലുള്ള മാർക്കറ്റിംഗ്. 4 പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം സബ്ജക്ട് ഇതല്ല, കസ്റ്റമറിന്റെ അല്ലെ കൺസ്യൂമറിന്റെ ബിഹേവിയർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, കോസ്റ്റ് കുറയ്ക്കാം. കോസ്റ്റ് കുറച്ചാൽ സെയിൽസ് കൂടത്തില്ല. എന്ത് കൂടും? ഇന്ററാക്റ്റീവ് സെഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങള് സെയിൽസ് നിങ്ങൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ സെയിൽസ് കൂടുമോ? ഇല്ലയോ? നിങ്ങൾക്ക് പറയാം, മൈക്ക് ഓപ്പൺ ചെയ്ത് പറയാം, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം. കോസ്റ്റ് കുറയ്ക്കുകയാണ്. എനിക്ക് എല്ലാ മാസവും 1 ലക്ഷം രൂപയുടെ കോസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സാലറി, അത് മറ്റേ മറിച്ച് ഇതെല്ലാമായിട്ട് എനിക്ക് 1 ലക്ഷം രൂപ എനിക്ക് ചെലവുണ്ട്. ഒരു മാസം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലാഭം 2 ലക്ഷം രൂപ ലാഭമുണ്ട്. 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ സെയിൽ നടക്കുമ്പോൾ എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുന്നു. അങ്ങനെയെങ്കിൽ കോസ്റ്റ് അല്ല, പ്രോഫിറ്റ് മൈനസ് കോസ്റ്റ് ഈസ് 2 lakhs മൈനസ് 1 lakh ഈസ് 1 lakh. അപ്പോൾ 1 ലക്ഷം രൂപയുടെ എനിക്ക് ലാഭം ഉണ്ടാകുന്നു കോസ്റ്റ് എല്ലാം കാരണം. അപ്പോൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സെയിൽസ് കൂടില്ല, പ്രോഫിറ്റ് കൂടും. പക്ഷേ സെയിൽസ് കൂടിയെങ്കിൽ മാത്രമേ പുതിയ കസ്റ്റമേഴ്സ് വരത്തുള്ളൂ. അതുകൊണ്ടാണ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരെ എക്സ്പാൻഡ് ചെയ്യുന്നത്. ബിക്കോസ് യു ആർ റീച്ചിങ് ഔട്ട്. ടുമോറോ വാട്ട് ഹാപ്പൻ, ലൈക്ക് ഇഫ് ദ കസ്റ്റമർ ഡസ് നോട്ട് ബൈ, ഇഫ് ദ ന്യൂ കോമ്പറ്റീറ്റേഴ്സ് കംസ് ഇൻ, ഇഫ് ദ ചേഞ്ചസ് ഇൻ ദ ഗവൺമെന്റ് പോളിസി, അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് കുറയും, കോസ്റ്റ് റിമൈൻസ് ദ സെയിം. അത് 2 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ബിസിനസ്സിനെ നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം കുറയ്ക്കാൻ പറ്റാവുന്ന കാര്യങ്ങളിൽ കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു കമ്പനി ലാഭത്തിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അവന് ഭയങ്കര ലക്കാണ്. ഒരു 100% സക്സസ് ഫോർമുല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 98%ഉം നെവർ ഗീവ് അപ്പ് സ്ട്രാറ്റജി അറിയണം. ഞാനൊരു പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞതാണെങ്കിൽ പോലും എൻ്റെ മാനേജർ, ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, if the salesperson thrown out from the door, you need to enter from the window. നിങ്ങളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ജനല വഴി നിങ്ങൾ അകത്ത് കയറണം. അതാണ് സെയിൽസ്മാന്റെ സ്കില്ല്. നെവർ ഗീവ് അപ്പ്. ദെൻ ലാസ്റ്റ് 2%, ആ ലാസ്റ്റില് എന്ന് പറഞ്ഞ കസ്റ്റമർ ബൈ ചെയ്യാനുള്ള ആ ഒരു കൺവിൻസിങ്, അതായത് നെഗോസിയേഷൻ ലെവലില് അവരുടെ ട്രിഗറിങ് പോയിന്റ്സിൽ കറക്റ്റ് ആയിട്ട് പിച്ച് ചെയ്യുമ്പോഴാണ് ദാറ്റ്സ് വെയർ ദ സെയിൽസ് ടാലന്റ് ഇസ് നീഡഡ്. ആ ആറ്റിറ്റ്യൂഡ് 98%-ല് ആറ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, പ്രൊഡക്റ്റ് നോളജ് വരുന്നുണ്ട്, പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നെവർ ഗിവ് അപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് കുറെ 98% പല ഫാക്ടേഴ്സ് ഉണ്ട്. ബട്ട് ടാലന്റ് ടു ട്രിഗർ, റൈറ്റ് ടൈമിൽ റൈറ്റ് രീതിയിൽ പിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ടാലന്റ്. Then also the luck favors. അന്നേരമായിരിക്കും ഒരു കൂട്ടുകാരൻ വിളിക്കുന്നത്, പെട്ടെന്ന് തീരുമാനം,
മാറ്റുന്നത്. എവറിത്തിങ് ഇസ് റെഡി, ഗിവ് us റെഡി ടു ദെൻ അന്നേരം ഒരു ഫോൺ കോൾ വരുന്നു. ഓ, ബാഡ് ലക്ക് എന്ന്. സോ ഇതെല്ലാം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. സോ I have a warning to all of you is that a number one problem is right now is what? Is you are stopping yourself. ഇതൊക്കെ മതി. പല ഓണ്ടർപ്രണേഴ്സ്, ഞാനിവിടെ ബിസിനസ് കൺസൾട്ടിങ് കോട്ടയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ബിസിനസ് ഓണേഴ്സ് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ 11 മണി 12 മണിക്ക് ഉച്ച കഴിഞ്ഞു. പിന്നെ എങ്ങനെ ഡിസിപ്ലിൻ ഉണ്ടാകും? പിന്നെ എങ്ങനെ സെയിൽസുകാരൻ പോകും? രാവിലെ 8 മണിക്കാണെങ്കിൽ 9 മണിക്കാണെങ്കിൽ നിങ്ങൾ ഒരു 15 മിനിറ്റ് അരമണിക്കൂർ മുമ്പ്, ഇത് നിങ്ങളുടെ പ്രസ്ഥാനമാണ്. ഇഫ് യു ആർ എൻ ഓണ്ടർപ്രണർ സിറ്റിംഗ് ഹിയർ, ഇഫ് യു ആർ എ സെയിൽസ്മാൻ സിറ്റിംഗ് ദെയർ, സെയിൽസിന്റെ എക്സിക്യൂട്ടീവ്സ് വന്നതിന് ശേഷമല്ല നിങ്ങൾ ഓഫീസിൽ പോകുന്നത്. യു നീഡ് ടു കം ഏർലി, ബി എ റോൾ മോഡൽ ഫോർ ദ കമ്പനി, ബി എ റോൾ മോഡൽ ഫോർ യുവർ സെയിൽസ്. അപ്പോൾ ഇഫ് യു ആർ ട്രൈങ് ടു സ്റ്റോപ്പ് യുവർ സെൽഫ്, automatically the sales also getting stopped. പഴയ കാര്യങ്ങൾ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കസ്റ്റമേഴ്സിന്, ചില സെയിൽസ് മാനേജർ ഹാഡ് സീൻ ലൈക്ക്, ഞാൻ ഒത്തിരി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്, അതൊന്നും നടക്കത്തില്ല. വി നെവർ നോ ദ ന്യൂ പേഴ്സൺ ഈസ് അപ്പോയിന്റഡ് ഇൻ ദാറ്റ് പൊസിഷൻ. സോ ഇറ്റ് ക്യാൻ ബി ചേഞ്ചസ് ക്യാൻ ബി ഹാപ്പൻ ഇമ്മീഡിയറ്റ്ലി. സാധ്യതകളുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ ഫോളോ അപ്പ് ചെയ്ത വ്യക്തി ഒരു പക്ഷെ നാളെ വേറൊരു കമ്പനിയിലോട്ട് പോയി, പുതിയ ആൾ വന്നിട്ടുണ്ട്, they can entertain you. സോ കഴിഞ്ഞ കാലങ്ങളിലുള്ള കാര്യങ്ങളെ നിങ്ങൾ ഇപ്പോഴും വഹിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ യു കനോട്ട് റൺ. then you need to read yourself, your skills. മറ്റുള്ളവരല്ല പറയുന്നത്, നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മണ്ടയ്ക്ക് എഴുതിയ കരിയപ്രണർ സുദീപ് ചെറിയാൻ എഴുതിയേക്കുന്നത്. Read yourself. What are you? What message? അതിലൊന്ന് സൈലന്റ് ചെയ്യാമെങ്കിൽ നല്ലായിരുന്നു. ഓഡിയോ ഓൺ ആണെന്ന് തോന്നുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഓണായി വരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പം നിങ്ങളെ തന്നെ സെൽഫ് അനാലിസിസ്, തോട്ട് അനാലിസിസ് ചെയ്യാണ്. അനലൈസ് യുവർ സെൽഫ്, വേർ ആർ യു. കാരണം ഒരു ഗോൾ സെറ്റിംഗിൽ ഒരു സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ സെയിൽസ് ടാർഗറ്റ് എങ്കിൽ 1 ലക്ഷം ഇൻറ്റു ഡിവൈഡ് ബൈ 4 വീക്സ്. അപ്പൊ ഓരോ ആഴ്ചയിലും നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട എമൗണ്ട് ഇത്രയാണെങ്കിൽ മാത്രമേ അടുത്ത ആഴ്ച അത് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഓരോ ആഴ്ചത്തെ ഡിവൈഡ് ഇൻറ്റു 7 ഡേയ്സ് അല്ലെങ്കിൽ 6 ഡേയ്സ്, കാരണം സൺഡേ ഉണ്ട്, അല്ലെങ്കിൽ 5 ഡേയ്സ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസവും എനിക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഐ ഏർച്ച്, കാരണം ഞാനൊരു ബിസിനസ് കൺസൾട്ടിങ് ഞാൻ പറഞ്ഞത് 30 ഡേയ്സ് ടാർഗറ്റിനെ നിങ്ങൾ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 ഡേയ്സ് ടു സ്കെയിൽ അപ്പ്. 25ാമത്തെ ദിവസം ടാർഗറ്റിൽ എത്തിയിരിക്കണം. നെക്സ്റ്റ് 5 ഡേയ്സ് ഈസ് ടു ഫോർ യുവർ ഇൻസെന്റീവ്സ്. യു ടോക്ക് അബൌട്ട് യുവർ ഇൻസെന്റീവ്സ്. ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണ്, ചെറിയ കമ്മീഷൻ കിട്ടും. പക്ഷെ അടുത്ത 5 ദിവസം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുക്കും അപ്പുറം നിങ്ങൾക്ക് കിട്ടും. യു നീഡ് ടു വർക്ക് ഓൺ ദിസ് സ്ലോലി. ബ്രിങ് ഡൗൺ 25 days into 20 days to achieve your target. Then 10 days is work for your commission. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെയിൽസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക്, ഒരു മാനേജർ ലെവലിലോട്ട് പോകും. ബിക്കോസ് യു ഹാവ് എ കേപ്പബിലിറ്റി, യു ഹാവ് എ ടാലന്റ്. അടുത്ത ബ്രാഞ്ചിലേക്ക് പോകും. ഞാൻ when I was working in Bombay, they have sent, there are so many people working, experienced ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഈവൻ ബാംഗ്ലൂരിയൻസ് ഉണ്ടായിരുന്നു, ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു. ബട്ട് this company found that maybe, or I don't know why they selected me, I still don't understand. They sent me to Bangalore to open a branch. So they identify. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്കാനറാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രോഗ്രാമിൽ ആസിഫ് അലിയുടെ കാര്യം, ഞാൻ കോൺട്രവേഴ്സിയിലോട്ട് പോവല്ല. സോ എന്ത് എക്സ്ക്യൂസ് ആര് പറഞ്ഞാലും എവറിഥിങ്, the video is over there. Video cannot lie. Everybody is watching and it is live. It was live.
എന്ന് പറഞ്ഞ പോലെ ദ സ്കാനർ ഈസ് ഓൺ യു. നിങ്ങൾ ജോയിൻ ചെയ്ത ദിവസം തന്നെ നിങ്ങളുടെ HR മാനേജർ സ്കാൻ ചെയ്യാണ്. പെർഫോമൻസ് ഇന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൂപ്പർവൈസർ ആയിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇന്ന് പെർഫോമൻസ് 360 പെർഫോമൻസ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. 360 പെർഫോമൻസ് മാനേജ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ ആ 360 എന്താണെന്നുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ആ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം, കാരണം ഇറ്റ്സ് എ വാസ്റ്റ് സബ്ജക്ട്. So based on your discipline, punctuality, the communication between the departments, your behavior to the people, your attitudes, this all counts in your performance. നിങ്ങളെ ഇൻക്രിമെന്റിലേക്ക് വിജയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ സെയിൽസ് മാത്രമല്ല, your behavior also. You have to break the barriers. Never give up. Obstacles should not stop you. പലരും പറയും അതൊന്നും നടക്കത്തില്ലെന്നേ. കാരണം നീ ഇപ്പൊ സെയിൽസിൽ അങ്ങോട്ട് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. എനിക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, 10 വർഷത്തെ എക്സ്പീരിയൻസ്, ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പറയാണ്, ഞാൻ 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ബട്ട് company is looking at what you can do for me. That's all. Whether you are an IIM graduate or Harvard University or Cambridge local പഠിച്ച് you speak outstanding English whatsoever, but the company asks you what you can do for me. നിനക്ക് ഈ കമ്പനി എന്ത് ചെയ്യാൻ പറ്റും? അല്ലാതെ നിന്നെ ഇവിടെ ഞാൻ വെച്ചിട്ട് എന്താണ്? I am not running a charity organization. So sales, especially sales department, is on fire. You are in the radar. So you need to think that what are the strategies I need to find to scale up my career? How I am going to convince the customer so that I can sell the product. So never limit yourself. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഒരു 10 ദിവസത്തിനുള്ളിൽ അല്ലെ 15 ദിവസത്തിനുള്ളിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അലസരായിട്ട് നടക്കും. Even I did also. But I realized that if I don't have a strong customer base, if the customer is not having a business, I'll be in a trouble. So you need to increase your base. That is more important. Don't see others doing better than you. Beat your own records every day. മറ്റുള്ള മേ ബി നിങ്ങളുടെ കൂടെ വിൽക്കുന്ന ആൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് അവനുമായിട്ട് കമ്പയർ ചെയ്ത യു ഹാവ് എ ടാലന്റ്. എവ്രിബഡി ഇസ് യുണീക്ക്. നിങ്ങൾക്കൊരു കപ്പാസിറ്റി ഉണ്ട്. ഒരാളിപ്പോ സച്ചിൻ തെണ്ടുൽക്കർ സെഞ്ചുറി അടിച്ച് എല്ലാ ദിവസവും എല്ലാ കളിയിലും സെഞ്ചുറി അടിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അടിക്കാൻ സാധിക്കുകയില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു മാച്ച് വിജയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഈച്ച് വൺ ഹാസ് എ ഡിഫറെന്റ് ടാലൻസ്. സോ നിങ്ങളുടെ ടാലന്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നോക്കണം. ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. യു ഹാവ് ടു ബീറ്റ് യു. സ്വന്തം റെക്കോർഡ് തിരുത്തി പോകണം. ദർ ആർ സോ മെനി എക്സാമ്പിൾസ് ഇൻ ദ സ്പോർട്സ് ഇൻഡസ്ട്രി. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ സമയം പോകുന്നുണ്ട്. സോ ബിഫോർ യു സെൽ എനി പ്രോഡക്റ്റ് ഓർ സർവീസ്, യു ഷുഡ് നോ വാട്ട് എക്സാക്ട്ലി ദ പ്രൊഡക്റ്റ് ഈസ്. ദ സബ്ജക്ട് നോളജ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ ടീച്ചറിന്റെ ഏറ്റവും വലിയ സ്കില്ല്, ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ സബ്ജക്ട് നോളജ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസോ നിങ്ങൾ സെല് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും A to Z അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ യു കനോട്ട് ഏബിൾ ടു സെൽ. സാർ, ഞാൻ ടീം മാനേജറോട് ചോദിക്കുക, ഹൗ ഓഡ് ഇറ്റ് ഈസ്. നോബഡി ഈസ് ഗോയിങ് ടു. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്യുമ്പോൾ So people can, sir, ഒരു സെക്കൻഡ് ഞാൻ മാനേജറോട് ചോദിച്ചു. Then what is this? Okay, if the price is getting negotiated, you may need to. But the product knowledge you need to acquire. ഞാൻ ടെക്സ്റ്റൈലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ആഫ്റ്റർ മൈ MBA, I got a job in textile. The company was a vendor for Walmart stores in 96. I'm talking about 96. So ടെക്സ്റ്റൈലിനെ കുറിച്ച് എനിക്കൊരു നോളജ് ഇല്ലായിരുന്നു. ഞാൻ പ്രൊഡക്ഷൻ മാനേജർ അടുത്ത് തന്ന ഒരു തമിഴിനായിരുന്നു മാസ്റ്റർ. ഞാൻ മാസ്റ്റർ, എനിക്ക് എന്നെ ഒന്ന് കുറച്ച് ടെക്സ്റ്റൈലിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം. നോർമൽ നോളജ്, ബിക്കോസ് വി ആർ ഇൻ ടു ബിസിനസ് ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്,
product knowledge important. Product knowledge എന്ന് പറഞ്ഞാൽ, but other knowledge of skill networking is more important than product knowledge, because we are communicating with the US, Europe, and the vendors who is suppliers over there. അവർ പ്രൊഡക്റ്റിനെ കുറിച്ച് ധാരാളം പറയേണ്ട കാര്യമില്ല, ബട്ട് സ്റ്റിൽ യു ആർ വർക്കിംഗ്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ വാസ് ലുക്കിംഗ് അറൌണ്ട് ഹു ക്യാൻ ഏബിൾ ടു ടീച്ച് മീ റിഗാർഡിംഗ് ടെക്സ്റ്റൈൽസ്. അങ്ങനെ ഞാൻ കമ്പനി പോലും അറിയാതെ ഐ ജോയിൻ ഇൻ എ കോഴ്സ് കോൾഡ് ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ മാനേജ്മെന്റ്. So you need, then it makes a big difference. It leads me to become the branch head of the Bangalore. So you need to acquire knowledge. You need to upskill and upgrade what you are selling. Adinte A to Z അറിഞ്ഞിട്ട് വേണം. Then you need to know what kind of market you are targeted. റോങ് മാർക്കറ്റിൽ പോയി നിങ്ങളുടെ സമയവും നിങ്ങളുടെ എഫേർട്ടും കളയരുത്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമർ ഓൾസോ. ദാറ്റ് ഇസ് ഓൾസോ മോർ ഇമ്പോർട്ടൻറ്റ്. കസ്റ്റമറിന്റെ ബിഹേവിയർ, കസ്റ്റമറിന്റെ ടൈപ്പ്. ഓൾവേസ് യു ലുക്ക് അറ്റ് ദ മാർക്കറ്റ് കണ്ടീഷൻ, ദാറ്റ് കസ്റ്റമർ ഇസ് പേയിങ് ഓർ നോട്ട്. ക്യാഷ് ആണെങ്കിൽ നോ പ്രോബ്ലം, ക്രെഡിറ്റ് ആണെങ്കിൽ യു ഹാവ് ടു ബി കെയർഫുൾ. സോ എസെൻഷ്യൽ സെയിൽസ് ആൻഡ് നെഗോസിയേഷൻ സ്കിൽസ് ഇസ് ക്രൂഷ്യൽ to anyone involved in the business, whether you are a salesperson or a business owner or a professional of that. You need to have a sales and negotiation skills. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉണ്ട്. നമ്മൾ സാധനം വാങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഷാർപ്പൺ ദാറ്റ്. സോ ഞാൻ കഴിഞ്ഞ ദിവസം PG-കാർക്ക് ഒരു സെഷൻ എടുക്കുന്ന സമയത്ത് ഐ ടോൾഡ് യു ടു പ്രിപ്പയർ എ റെസ്യൂം, സ്റ്റാർട്ട് അപ്ലൈയിങ് ഫോർ ദ MCOM സ്റ്റുഡൻസിനായിരുന്നു. So I told him, start applying for the jobs. Sir, no, ചെറിയ ജോബ്സിനൊക്കെ ഞങ്ങൾ അപ്ലൈ. ഞാൻ പറഞ്ഞു, പോയി അറ്റൻഡ് ചെയ്യുക, ഗെറ്റ് എക്സ്പീരിയൻസ്, വാട്ട് ക്വസ്റ്റ്യൻ they are going to answer, how you are answering it. It's an experience for you. So that's kind of, instead of doing a mock interview, go there, get the physical experience of meeting the owners, the salesman, the managers over there, what questions they are going to ask. So salesperson, if you think that I will make 5 calls in a day, no, you need to make minimum 30 to 35 calls in a day to experience. Each customer is different. The behavior is different. Their way of talking is different. Each customer is a learning book for you. Customer can teach you many things. We have noticed that some people have high sales skills which help them to increase sales. What happened? Because they are putting themselves that process. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ടെക്സ്റ്റൈൽസ് I have done. Instead of people are wasting time on their evening time, I went to the evening classes, attended, acquired the knowledge, when started speaking to the customer, people feel that how he achieved this much knowledge. So you have to be different. This is because they understand the buying behavior of the customer and pitch accordingly. So that is called a SWOT analysis. You know your strength, you know your weakness. You need to scale up. If your communication is a problem, when I was doing my MBA in Pune University, I understand my communication was a problem. I went to Bombay and joined the communicative English program, which they are teaching me how you can able to talk in English, because I studied in Malayalam medium. Malayalam medium ഒരു എന്താ പറയുക, നാട്ടിലെ 80കളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. നമുക്ക് അന്ന് കോളേജിൽ പഠിക്കുന്നത് ഇംഗ്ലീഷിലൊന്ന് വായിച്ച് മലയാളത്തിൽ പറയുന്ന സാറുമാര് തന്നെയാണ്. ഞാൻ ആരെയും കളിയാക്കി പറയല്ല. From there, I know when I'm doing my MBA, I know I am going to speak to the corporates. മലയാളം സംസാരിച്ചു കഴിഞ്ഞാൽ because my ambition is to travel across the world. ലോകത്തിൽ പലയിടത്തും യാത്ര ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. If I don't do, who will do it for me? So I need to do it. That fire, you need to have it. Second, and ഏറ്റവും
പവർഫുൾ ആയിട്ടുള്ള സെയിൽ ടെക്നിക്കാണ് പവർ ഓഫ് സ്മൈൽ. അല്ലേ? നല്ല പുഞ്ചിരിയോടെ ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് പറയാമോ സ്മൈൽ മീൻസ് വാട്ട് ഇസ് സ്മൈൽ? ഞാൻ ഡെഫിനിഷൻസ് അല്ല ചോദിച്ചത്, എന്നാലും അക്കോർഡിംഗ് ടു വാട്ട് ഇസ് സ്മൈൽ. ഇഫ് യു സ്മൈൽ അറ്റ്, ഞാൻ സാറിന്റെ അടുത്ത്, സാബു സാറിന്റെ അടുത്ത് ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും സ്മൈലിന്റെ അവരുടെ രീതിയിൽ ഞാൻ മറ്റൊരാളെ കണ്ടൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻസ്? Smile is an expression of ourselves. എക്സ്പ്രഷൻ ഓഫ് Happiness. ഹാപ്പിനെസ്. സന്തോഷമാണ്. നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം പറയാണ്. വെരി ഗുഡ് ആൻസർ സർ. സോ അക്കോർഡിംഗ് ടു മീ ഈസ് സ്മൈൽ മീൻസ് ഐ ആം ഹാപ്പി ടു സീ യു. അല്ലേ? ഞാൻ നിങ്ങളെ കണ്ടതിൽ സന്തോഷവാനാണ്, സന്തോഷവതിയാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ. It's a communication, it's a body language. You are spreading the happiness. ഇപ്പൊ നിങ്ങൾ ഒരു വ്യക്തി ഒരു ഹോട്ടലിലേക്ക് ഒരു ഗസ്റ്റ് കയറി വരുമ്പോൾ റിസപ്ഷനിസ്റ്റ് ഗുഡ് മോർണിംഗ് സർ എന്ന് വെച്ചിരിക്കുമ്പോൾ യു ആർ സ്പ്രെഡിങ് യുവർ ഹാപ്പിനെസ്. ഞങ്ങള് ഈ എന്താ പറയുന്ന ഒരു പേസ്റ്റിന്റെ ഒക്കെ പരസ്യം കണ്ടിട്ടില്ലേ? അടുത്തു വാ എന്നൊക്കെ പറഞ്ഞ് ദാറ്റ്സ് അവര് ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ പോലും this is the power. Please learn to smile. So next time somebody is smiling at you, not laughing at you, that means they are happy to see you. You have to go and say, how are you? That's where your relations start. അല്ലാതെ ചിലരുണ്ട് ചിരിച്ച് കൈ കാണിച്ചിട്ടൊക്കെ പോകും. No, you need to go. There's that your connection starts. Then smile is an extension of happiness and emotion. Next time you do that, skills you need to acquire and upskill to sell your products and services effectively. Now, some key skills to focus on your sales. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, that is communication, which I already told you. Without communication, no sales is possible. Everybody knows. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. Next is the product and service knowledge. ഞാനിത് കവർ ചെയ്തതാണ്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ പ്രോഡക്റ്റ് എന്തിനു കൊള്ളാം? ഞാൻ ടെക്സ്റ്റൈലിലായിരുന്നു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഇത് ഡൈ ആണെങ്കിൽ എത്ര വാഷ് കഴിഞ്ഞു? ഇപ്പൊ നമുക്ക് പ്രീ വാഷ്ഡ് ക്ലോത്ത്സ് ഉണ്ട്. അപ്പൊ അവരോട് ചോദിക്കാണ് എത്ര വാഷ് കഴിഞ്ഞിട്ടാണ് ഈ ക്ലോത്ത് ഇവിടെ വന്നത്? അറിയത്തില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം പണ്ടത്തെ എൻ്റെ സ്കിൽസ് ഒന്ന് എന്താ പറയുന്നത്, ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ പല ഷോപ്പുകളിൽ കയറി ആൾക്കാരോട് ചോദിക്കാം ഇതിന്റെ അതിനകത്ത് വാഷിംഗ് ഇൻസ്പെക്ഷൻസ് ഒക്കെ ഇല്ലേ. ഐ സ്റ്റാർട്ടഡ് ആസ്കിങ് ദ സെയിൽസ് പേഴ്സൺ. അവർ ചോദിക്കുന്നത് ഇങ്ങനെയൊന്നും നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. I just wanted to know. They have zero knowledge on this. That's why the product, I never tried to sell them, you need to have a trainer. എന്നൊന്നും ഞാൻ പറയാൻ പോയില്ല. But I just wanted to know how good they are in sales. Next is understanding customer needs. Ask questions. How can I help you? May I help you? Is this problem, if my solution, if you are facing this problem, may I have a chance to explain how to solve your problems? This is a sales pitching. നിങ്ങളുടെ പ്രൊഡക്റ്റുകള് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. I have a product. Sir, I have a product. Definitely it's fit for your needs. May I have a permission to explain this? Yes, please. If it solves my problem, you are welcome. So where you അല്ലാതെ sir ഞാൻ ഈ ഒരു പ്രൊഡക്റ്റും കൊണ്ട് വേണം നിങ്ങൾ വാങ്ങണം. He never bother it. So you need to communicate. That's what you have to smile. You have to spread the happiness. Go and ask, what are you looking for? It's not a push or pull strategy. That all sales strategy എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ pull strategy ഉണ്ട്, push strategy ഉണ്ട്. People started calling you. All things will be there. But if you are a perfect salesman, you will
calm and quietly you ask that, can I solve your problem? Is my product, I have a product. Oh, I believe that this can able to solve your problems. So you have to build a rapport. Otherwise, it will be very difficult to go. Then is the time management. ആവശ്യമില്ലാതെ കസ്റ്റമറോട് സംസാരിച്ച് അവരുടെ ടൈമിംഗ് കൂടെ വേസ്റ്റ് ചെയ്തല്ല. യു നീഡ് ടു നോ വെയർ യു നീഡ് ടു പിച്ച് ഇറ്റ്. അല്ലെങ്കിൽ അയാള് ബോറടിച്ചിട്ട് അയാൾ വാങ്ങാൻ വരുമ്പോഴായിരിക്കും അയാൾക്ക് കോൾ വരുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ഷോർട്ട് ആൻഡ് സ്വീറ്റ്. കുറച്ച് സമയം കൊണ്ട്. അതുകൊണ്ട് that's what you need to practice is. More you meet the customer, more the sales you are going to close it. That's the only way. Experience make the person perfect. Luck also favors, but it is your talent. Your 98% is that never give up attitude. അല്ലാതെ കസ്റ്റമറെ വിളിച്ചിട്ട് ശല്യം ചെയ്യില്ല. ഹാൻഡ്ലിംഗ് ഒബ്ജക്ഷൻസ്. യു ഹാവ് ടു ഒബ്ജക്ഷൻ. നോ, ഐ ഒബ്ജക്ട് യുവർ ഓണർ എന്നും പറഞ്ഞ് പറയരുത്. ലിസൺ ടു ഹിം. സർ, ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്, മാം. മാം, ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. Can I explain him? So ask their permission, you can able to explain. Your politeness, your gentleness, make the customer an impression that this guy is a genuine guy. He will not cheat me. That's a trust you are going to build it. Our trust നിങ്ങൾ build ചെയ്യാൻ നോക്കണം. Then the closing techniques is automatically comes with you. പലരെയും കണ്ടത്, സർ ഞാൻ പല സെഷനിലൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത ആൾക്കാർ, സർ ക്ലോസിംഗ് ടെക്നിക്ക് പഠിച്ചാൽ മതി. ദാറ്റ് മീൻസ് യു നോ പ്രൊഡക്റ്റ് നോളജ്. ഇല്ല സർ, എനിക്ക് ക്ലോസിംഗ് മാത്രം. എങ്ങനെ ക്ലോസ് ചെയ്യാന്ന് ഞാൻ ചോദിച്ചു. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്? ഞാൻ കുറച്ചു നേരം വായിച്ചതിന് ശേഷം കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഹി ഡോണ്ട് നോ മച്ച് ഓൺ ദ പ്രൊഡക്റ്റ് നോളജ്. ദെൻ ഹി വാണ്ട്സ് ടു നോ ദ. ചിലരുണ്ടല്ലോ ബുക്ക് വായിച്ചിട്ട് ലാസ്റ്റിലെ പേജിലേക്ക് വന്ന് എൻഡിൽ എന്തായി തീരുമെന്നുള്ളത്. നായകൻ നായികയെ കെട്ടുമോ അതോ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടോ? So everybody does not want to go through a process. So then you will go into perfection. 3 main factors play a crucial role in the sale process. One, understanding the customer needs and building relations. Already nammal paranju. Effective sales process and strategy. That's the process. You need to undergo that process. The kind of training, kind of experience you need to meet more customers. Talk to the experts in this field who got a proven strategy, proven experience in the field of strategy. അല്ലാതെ എന്താ പറയുന്നത്, 10th ക്ലാസ് കഴിഞ്ഞിട്ട് അവർക്ക് they have a lot of sales strategies. അല്ലാതെ ഹൈപ്പ് ചെയ്ത് പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി നിങ്ങളുടെ കാശും സമയവും വേസ്റ്റ് ചെയ്യരുത്. You need to understand experience. ബെസ്റ്റ് തിങ്, നിങ്ങൾ ഒരാളുടെ മെന്ററിനടുത്ത് പോയില്ലേലും പോലും യു ക്യാൻ ഗെയിൻ എ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ബൈ വിസിറ്റിംഗ് മോർ സെയിൽസ് കോൾസ്. ഡു മോർ സെയിൽസ് കോൾസ്, ടെലികോൾസ്. നോ, അത് ടെലികോൾ ചെയ്യുന്നത് ഞങ്ങളുടെ ടെലിസെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവര്. നോ മൈ ഡിയർ ഫ്രണ്ട്സ്, സ്റ്റാർട്ട് കോളിംഗ് സെയിൽസ് കോൾസ്. ലേൺ, കണ്ടിന്യൂസ് ലേണിംഗ്. യു നീഡ് ടു ലേൺ. എവറി സെയിൽസ് കോൾ യു ഡു ഇസ് എ ലേണിംഗ്. ഞാനൊരു ബിസിനസ് കൺസൾട്ടിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ മാനേജരോട് ചോദിച്ചു, നിങ്ങൾ സെയിൽസ് കോൾ ചെയ്യാറുണ്ടോ? ഇല്ല, ഞങ്ങളുടെ ഒരു ടീമുണ്ട്. ഞാൻ പറഞ്ഞു, പ്ലീസ് ഡു ദ സെയിൽസ് കോൾ എവറി ഡേ. അറ്റ്ലീസ്റ്റ് യു ഡു മിനിമം 3 സെയിൽസ് കോൾ, അറ്റ്ലീസ്റ്റ് 3 കോൾസ്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു, സാർ ഇറ്റ്സ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. ഞാൻ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാൻ സെയിൽസ് കോൾ ചെയ്യുന്നത്. എനിക്ക് കുറെ എന്താ പറയുക കസ്റ്റമേഴ്സിനെ സെയിൽസ് കോളിൽ കൂടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. That means then I told him like, ഇത്രയും നാള് സെയിൽസ് കോള് നിങ്ങൾ ചെയ്യാതിരുന്നുകൊണ്ട് നിങ്ങളുടെ നഷ്ടം എന്തായിരുന്നു? നിങ്ങൾക്ക് കിട്ടേണ്ട കമ്മീഷന്റെ നഷ്ടം എന്താണ്? തിങ്ക് അബൌട്ട് ദ കോസ്റ്റ് ഓഫ് ഇഗ്നോറൻസ്. നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട്, കോസ്റ്റ് ഓഫ് നെഗ്ലിജൻസ്, നിങ്ങളുടെ നെഗ്ലിജൻസ് കൊണ്ട് നിങ്ങൾക്കുണ്ടായ നഷ്ടം എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. He said more than 10 lakhs, sir. So think about that. Factors influencing buying behavior of the customers. എന്തൊക്കെയാണ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഒന്ന്, എക്കണോമിക്സ് ഫാക്ടേഴ്സ് ഉണ്ട്. There are personal factors, ഏജ് വൈസ് പ്രിഫറൻസ് ഉണ്ട്, ഒക്യുപ്പേഷൻ വൈസ് പ്രിഫറൻസ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ വൈസ് ഉണ്ട്. പിന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള
പ്രിഫറൻസ് ഉണ്ട്, കൾച്ചറൽ വൈസ് ആയിട്ടുള്ള ബിഹേവിയർ അനുസരിച്ചായിരിക്കും കസ്റ്റമേഴ്സ് നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്നത്. സോ the buying decision of the consumer based on the lifestyle or the experience they have it. The psychological is somebody's motivated to perception. What perception is like sometimes we may stuck up, not because of we don't know the next move, because we have the wrong perception of what moving forward. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞ തെറ്റായി നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ചില കാര്യങ്ങൾ കാണുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഒക്കെ അങ്ങനെയാണ്. 4-ലിരിക്കുന്നത് നമ്മൾ 3 എന്ന് കാണും, ആനയുടെ കാല് നമ്മൾ 4 കാല് 8 കാലായിട്ട് കാണും. This all things like this. That's what more you do the sales calls, more you understand this. Then this is what the same slide I have shown that it will. You have a simple customer who makes the simple decisions. The customers makes the complex decisions. Need customer recognize your product. ഉള്ളിൽ നിന്ന് ഒരു ആഗ്രഹം വന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചാലോ, അപ്പോൾ കസ്റ്റമറിന്റെ ബിഹേവിയർ ആണ്. ഇഫ് യു ആർ ടു സ്റ്റെപ്പ് ഇൻ ദ ഷൂ ഓഫ് ദ കസ്റ്റമർ. ഞാനൊരു ഫർണിച്ചർ കമ്പനിയിൽ പോയിരുന്നു. I told them, you go to another furniture shop and see how the other salesman, you go as a customer, learn how the salesperson is selling, learn from them. It is all about learning. There are so many people 10 years working with never visited any competitors. Never visited a competitor. Just imagine whom you are working for. You are not working for the owner. You are working for yourself. Think that you are not working for the first concept എന്ന് പറഞ്ഞ് ഞാൻ അംബാനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, ഞാൻ ഇന്നാക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അല്ല, നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള വിചാരമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയില്ല. That's for sure. So the customer, if you stepping the shoe of you got the knowledge of a one product, what you will do is you will search it, research it. You will check who are the people bought this product, whether it's the quality or not. Testimonials nokum, endorsements nokum, these all things. Then they will always, Amazon they will automatic, the site itself is showing the alternatives. Similar products കാണിക്കുക. അപ്പോൾ തന്നെ കസ്റ്റമർ അപ്പുറത്തോട് ചാടിപ്പോയി. ഏകദേശം ഒരു വഴിക്ക് എത്തിയേക്കായിരുന്നു, ചാടിപ്പോയി. These all things happening in the beginning. So that's what you need to constantly in touch with the customer. Whenever the sales lead is generated through the digital media or whatever the media or the intelligence, you need to don't give up. I was really another company I went there. They got a sales lead. 15 ദിവസം 1000-ൽ കൂടുതൽ sales lead കിട്ടി. 15 ദിവസം കൊണ്ട് 1000-ൽ കൂടുതൽ sales lead. ഒരു മാസം കഴിഞ്ഞിട്ടും പകുതി പേരെ പോലും വിളിച്ചിട്ടില്ല. Now they are calling, sir, you have shown interest to purchase this product. When I have shown interest? Sir, last month, sir. Sir, my dear friend, I bought another product because you have not shown your interest. I product an alternative. Last 15 days, I bought one. What is the use of it? Act immediately. Purchase decision depends on the basic need of the customer, requirement the customer. പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു സെഷന് വേണ്ടി ഞാൻ ജസ്റ്റ് ഐ ഹാഡ് സം കൈൻഡ് ഓഫ് ദ കസ്റ്റമർ മേക്സ് വാങ്ങണം ആണെങ്കിൽ വാങ്ങണമെന്നൊരു ഫീൽ വേണമെന്നുണ്ടെങ്കിൽ വാട്ട് യു നീഡ് ടു പ്രൊഡക്റ്റ്, വാട്ട് യു നീഡ് ടു പ്രൊവൈഡ്. കസ്റ്റമർക്ക് എന്ത് കൊടുക്കണം? അവർക്ക് വിസിബിലിറ്റി, നിങ്ങളുടെ പ്രൊഡക്റ്റ് വിസിബിൾ ആയിരിക്കണം. അപ്പോൾ മാർക്കറ്റിംഗ് കൊടുക്കണം, അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, പ്രൊമോഷൻ കൊടുക്കണം, റെഫറൻസ് കൊടുക്കണം. ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമർക്ക് വാങ്ങണം എന്നൊരു വാക്ക് മനസ്സിൽ വരത്തുള്ളൂ. ഇനി ഏതോ ഒരു സെലിബ്രിറ്റി എൻഡോസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കസ്റ്റമർ അടുത്ത ലെവലിലോട്ട് പോകും.
ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങേണ്ടതല്ലേ? ദ തോട്ട് പ്രോസസ് ഓഫ് ദ കസ്റ്റമർ. വാങ്ങേണ്ടതാണ്. പിന്നെ ഡിലേ ചെയ്യുന്ന കസ്റ്റമേഴ്സിനടുത്ത് നിങ്ങൾ ടെസ്റ്റിമോണിയലായിട്ട് പറയുകയാണെങ്കിൽ, ഓ വാങ്ങാമായിരുന്നു, ഫീൽസ് some kind of guilty feelings to them, I should have bought it. Or the promotion is finished. Some customers നിങ്ങൾ സെയിൽസിൽ സർ ഇന്ന് ഞങ്ങളുടെ പ്രൊമോഷൻ തീരുകയാണ്, ഇന്ന് 12 മണിക്ക് തീർന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് പഴയ നോർമൽ റേറ്റിലേക്ക്. ദിസ് ഇസ് ഓൺലി ഫോർ ദ റേറ്റ് ഫോർ ടുഡേ, റേറ്റ് ഫോർ 2 days. You are pushing the customer. So that's the thought process. So you need many of the salesmen, ഞാൻ കണ്ടിട്ടുള്ള പല സെയിൽസ്മാനും ഈ സെല്ലിംഗ് പ്രോസസ്സിൽ ഒരിക്കലും കസ്റ്റമറിന്റെ ഷൂവിൽ നിന്ന്, കസ്റ്റമറിന്റെ ബിഹേവിയറിൽ നിന്ന് ചിന്തിക്കുന്നില്ല. അവൻ ചിന്തിക്കുന്നത് കസ്റ്റമറുടെ. ഇന്നലെ ഒരു മീറ്റിംഗിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ 8 പ്രാവശ്യം വിളിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ ഓരോ മീറ്റിംഗിൽ കട്ട് ചെയ്തോണ്ടിരിക്കുക. Because there was some urgent meeting called by the principal we have, because the Air Force officers we have been having a discussion on this. Keep on. I just call him like 8 calls you are continuously calling. For what? Who are you? I send you several SMS that I will call you back. I said, I am calling, sir, calling from Just Dial. സാറിന്റെ പ്രൊഫൈലൊക്കെ കണ്ടു, ഞങ്ങൾ അഡ്വർടൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞു, യു ആർ കോളിംഗ് മീ 8 times. ഐ എം നോട്ട് ഗോയിങ് ടു സൈൻ അപ്പ് വിത്ത് ദിസ് ഇൻ മൈ ലൈഫ് ഫോർ Just Dial because you call me 8 times. After sending a SMS to you, I'll call you back. You keep on sending me. This is the real live experience yesterday. So you don't irritate the customer. ഒരു പക്ഷേ ഞാൻ വാങ്ങാമായിരുന്നു, കാരണം റിലയൻസിന്റെ ആണ്. Maybe I will get more visibility. But a salesman was irritated in such a way that that hope is finished. Then another behavior of the customer, വാങ്ങിച്ചേക്കാം, അവനും വാങ്ങിച്ചു, ഇവനും വാങ്ങിച്ചു, ഇന്നവനെ ഞാനും വാങ്ങിച്ചേക്കാം. So that kind of this, you understand the facial expression. That's what you need to smile at the customer, the power of smile. So you have to, ഇന്നാള് വാങ്ങണം. Customer will open their heart to you, saying that ഇന്നാളൊക്കെ വാങ്ങിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചേക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. So these are the things that ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ട്രിഗറിംഗ് പോയിന്റ് ആണ്. അതിനെ എങ്ങനെ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവന്നതാണ് the talent or skill of the salesperson. Then another thing is വാങ്ങിക്കളയാം, എന്നാ പിന്നെ വാങ്ങിച്ചേക്കാം. ഇനിയും നെക്സ്റ്റ് ലെവലിലോട്ട് വന്ന് വാങ്ങിയാലോ, ലാസ്റ്റ് വാങ്ങണോ വേണ്ടയോ. ഇനിയാണ് ക്രൂഷ്യൽ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നത്. വാങ്ങാം, ഡിസൈഡഡ്. I decided to buy this. What is next? What is next is പിന്നീട് വാങ്ങാം. See this, വാങ്ങാം എന്നുള്ള ഡിസിഷൻ എടുത്തിട്ട് പോസ്റ്റ്പോണിങ്. പിന്നീട് വാങ്ങാന്ന് പറഞ്ഞാൽ there is no limit. ഇനി another, നാളെ വാങ്ങാം. I'll come with my husband, or I'll come with my wife, I'll come with my friends and I'll buy it. Then ഇന്ന് വാങ്ങാം. I may go back and I'll come in the evening. ഇന്ന് വാങ്ങാം. No, ഇപ്പോൾ വാങ്ങാം എന്നുള്ള ലെവലിലോട്ട് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഒരു സ്കിൽ ഓഫ് ദ സെയിൽസ് പേഴ്സൺ. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ പഠിക്കണം. അതെങ്ങനെ നമ്മൾ ട്രിഗറിംഗ് പോയിന്റ് എത്തുമ്പോൾ ആ മൈൻഡ് സെറ്റിൽ നമ്മൾ റീഡ് ചെയ്യാൻ തക്കവണ്ണം കസ്റ്റമറിന് എക്സ്പീരിയൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു മേക്ക് മോർ സെയിൽസ്. ദ വീക്ക് സൈഡ് എന്ന് പറയുന്ന സെൽഫ് ഇൻട്രസ്റ്റിൽ പോകുമ്പോൾ മറ്റേ ടീം കളക്ഷൻ. ഇഫ് യു ഫീൽ ദാറ്റ് യു നീഡ് എ സപ്പോർട്ട്, സെയിൽസ് മാനേജേഴ്സ് ജോയിന്റ് കോഴ്സിന് കൂടെ പോകും. ദാറ്റ്സ് കോൾഡ് വിൻ വിൻ മൈൻഡ് സെറ്റ്. ഈച്ച് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. ദാറ്റ് മീൻസ് യുവർ ഗോൾ ഈസ് ദ സെൽഫ് അവെയർനെസ്. യു നോ where you need a support. ഒരു ടീം എഫേർട്ട് ഉണ്ടെങ്കിൽ, but
one is I said is your goal and your self-awareness that you are working for yourself, not for the company owner. That is the self-awareness you have. Second is like you need to have a growth mindset. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. You need to have a growth mindset. Then you should have a own secret recipe to have outcome. Result ഉണ്ടാകുന്ന എല്ലാ സെയിൽസ് പേഴ്സണും എല്ലാ ബിസിനസ് പേഴ്സൺ they will have their own recipe. ഈ റെസിപ്പിയെ കുറിച്ച് കുറച്ച് സെയിൽസിന്റെ കുറച്ച് സീക്രട്ടിനെ കുറിച്ച് 29, 30, 31 3 ദിവസം ഞാൻ സെയിൽസിനെ മാത്രം ഫോക്കസ് ചെയ്തൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. വർക്കിംഗ് പ്രൊഫഷണൽസും അതുപോലെ ഓണ്ടർപ്രണേഴ്സിനും താല്പര്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതിൽ നമ്മൾ 3 ദിവസം സെയിൽസ് സീക്രട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ഓൺലൈൻ ആയിരിക്കും. വൈകിട്ട് 7 to 9 ആണ്, മൺഡേ ടു വെനസ്ഡേ. 3 കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ട് ചെയ്യുന്നത്. സെയിൽസിന് മുമ്പ് ചെയ്യുന്ന സ്ട്രാറ്റജി, സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സിൽ നടക്കുന്ന സ്ട്രാറ്റജി, അതുപോലെ സെയിൽസ് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ സ്ട്രാറ്റജി ഉണ്ട്. നിങ്ങൾക്ക് ഹൗ ടു ഗെറ്റ് എ റിപ്പീറ്റഡ് സെയിൽസ്. ഒരു കസ്റ്റമറിന് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും സെയിൽസ് കിട്ടുകയാണ്. നിങ്ങളുടെ ഡിഫറെന്റ് പ്രൊഡക്റ്റ് എങ്ങനെ സെല് ചെയ്യാൻ പറ്റും എന്നുള്ളത്, സെയിൽസ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, റിക്കവറി സ്ട്രാറ്റജീസ്, കസ്റ്റമറിൽ നിന്ന് ക്യാഷ് എങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ 3 ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ യു നീഡ് ടു ഹാവ് എ ഗോൾ. ഇറ്റ് ഷുഡ് ബി സ്മാർട്ട് ഗോൾസ്. ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. മെഷറബിൾ ഈസ് ഓൾ അബൌട്ട് വെയർ ആർ യു സ്റ്റാൻഡിങ് ടു അച്ചീവ് ദിസ്. ദെൻ അച്ചീവബിൾ ആയിട്ടുള്ള ഗോളുകൾ മാത്രമേ സെറ്റ് ചെയ്യാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വരും. റിയലിസ്റ്റിക് ആയിരിക്കണം. നാളെ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകും അല്ലെ പ്രസിഡന്റ് ആകും എന്ന് പറഞ്ഞ് ഞാൻ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇഫ് യു ഹാവ് ദ ടാലന്റ് ടു ഡു ദാറ്റ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നാളെ ഞാൻ CEO ഓഫ് ദ കമ്പനി ആകും ഈ കമ്പനിയുടെ, റിയലിസ്റ്റിക് ആണെങ്കിൽ, ഇഫ് യു ഹാവ് എ കപ്പാസിറ്റി ആൻഡ് കേപ്പബിലിറ്റി, then you need to think and write your goals, and it should be timely. That means time bounded ആയിരിക്കണം. എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതല്ല. You need to be. So again, I wanted to invite everyone for this program. Those who are interested, you can contact me on this. And thank you so much. Thanks Sabu sir for the opportunity. I open this forum for Q&A sessions. എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ സാർ, താങ്ക് യു. തീർച്ചയായിട്ടും ഒരു സെയിൽസ് തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ, എനിക്ക് തോന്നുന്നത് നമുക്ക് കൺസീവ് ചെയ്യുന്നതിനേക്കാൾ സ്വല്പം കൂടുതലായോ എന്നൊരു സംശയമുണ്ട്. കാരണം നല്ലൊരു കണ്ടന്റ് ആണ്. കാരണം നമ്മുടെ ചെറിയ മനസ്സും ചെറിയ ബ്രെയിനും അല്ലേ, അപ്പം അത്രയ്ക്കും പറ്റുന്നില്ലെങ്കിലും പക്ഷെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, അല്ലെങ്കിൽ നമ്മളൊരു ഓൾറെഡി സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം സാർ ഈ പറഞ്ഞ എല്ലാ സ്ട്രാറ്റജികളും വളരെ കൃത്യമായിട്ട് നമുക്ക് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ ഫീഡ്ബാക്ക് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ നിൽക്കുന്ന പൊസിഷൻ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും. സോ അതുകൊണ്ട് തന്നെ അത് വളരെ റിച്ച് ആണ്. അതുപോലെ തന്നെ സാർ ക്ലാസ്സിനെ കുറിച്ച് ഒന്നുകൂടെ പറയൂ. ക്ലാസ് എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? സാർ തിങ്കൾ തൊട്ട് മൺഡേ ടു വെനസ്ഡേ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്ലൈഡ് ചെയ്യാം. ഇതാണ് ക്ലാസ് എൻ്റെ സ്ട്രക്ചർ. ലൈവ് സെഷൻ ആണ്. ഇതുപോലെ തന്നെ ലൈവ് സെഷൻ ആണ്. നിങ്ങൾക്ക് Q&A ചോദിക്കാം. പക്ഷെ ഇതിനകത്ത് കുറച്ച് ടൂൾസ് നിങ്ങൾക്ക് അത് തരുന്നതായിരിക്കും. ടൂൾസ് തരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറിന്റെ സർവേ എങ്ങനെ നടത്തുന്നു എന്നുള്ള ഒരു ടെംപ്ലേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ ടെംപ്ലേറ്റ്സ് അതായത് സെയിൽസിന്, അതായത് പ്രൂവൺ ടെംപ്ലേറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അത് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കും. അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ നിങ്ങൾ എഴുതിയിട്ട് പിറ്റേ ദിവസം വരണം. അതായത് പിന്നെ പ്രീ സെയിൽസും പോസ്റ്റ് സെയിൽസും. അപ്പൊ പോസ്റ്റ് സെയിൽസ് എന്ന് പറയുന്നത് തീർച്ചയായും ഈ സെയിൽസ് എന്ന് പറയുന്നത് പ്രോസസ്, അതായത് അതുകൊണ്ടാണ് ഞാൻ 3 ദിവസത്തെ സെഷൻ എടുത്തത്. എന്ന് പറഞ്ഞാൽ ഒന്ന് സെയിൽസിന് മുമ്പും സെയിൽസ് ഡ്യൂറിങ് സെയിൽസ്, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ സെയിൽസിന് ശേഷം ചിലരൊക്കെ സെയിൽസ് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തിട്ട് സ്ഥലം വിടും. കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനി തന്നെ എന്തുമാത്രം നമുക്ക് എന്ത് പറയുന്നത് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ അരാമെക്സിൽ വർക്ക് ചെയ്തതാണ്. അപ്പം അരാമെക്സിന്റെ
ആദ്യം സ്റ്റാർട്ട് ചെയ്ത അരാമെക്സ് എന്ന് പറഞ്ഞ കൊറിയർ കമ്പനിയാണ്. അതിനുശേഷം നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന കാർഗോ സെല് ചെയ്യാം, എയർ കാർഗോ സെല് ചെയ്യാം, സീ കാർഗോ സെല് ചെയ്യാം, ബൈ റോഡ് സെല് ചെയ്യാം, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റിയാ. സോ യു ക്യാൻ സെൽ യുവർ ഡിഫറെന്റ് പ്രൊഡക്ട്സ്. അതായത് ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ഒരു കമ്പനി. സോ ഇറ്റ് മൾട്ടി പ്രൊഡക്ട്സ് സെല്ലിംഗ്, റിപ്പീറ്റഡ് സെല്ലിംഗ്, ടേക്കിംഗ് റെഫറൻസ്. മറ്റുള്ളവരും സാബു സാറെ ഇന്ന കമ്പനി ഞാനും സാറിന് ആർക്കെങ്കിലും അറിയാം, സാറിന് എന്നെ വിശ്വാസമായെങ്കിലേ എന്നെ ഒരാളെ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ഈ സുദീപിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെ പിന്നെ അയാള് റോയ് സാറ് എന്നെയും കൂടെ വഴക്ക് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു റോയ് സാറെ സാബു സാറ് പറഞ്ഞിട്ടാ വിളിക്കുന്നത്. അപ്പൊ സാബു സാർ വിളിക്കുമ്പോൾ സുദീപ് എന്ന് പറഞ്ഞ ആളെ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഐ നീഡ് ടു ക്രിയേറ്റ് എ ട്രസ്റ്റ് വിത്ത് സാബു സാർ. ദെൻ അതാണ് മൂന്നാമത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എന്റെ ഒരു 25 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൂടെ ചേർത്തിട്ട്, കേസ് സ്റ്റഡിയും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ 9 എന്നുള്ളത് ചിലപ്പം ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ആദ്യത്തെ ദിവസം നിങ്ങൾ ആരൊക്കെയാണ് വരുന്നതനുസരിച്ച് നിങ്ങളുടെ റിക്വയർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡേയിൽ നിങ്ങളുടെ നീഡ്സ് കൂടെ മനസ്സിലാക്കി സെഷൻസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു പ്രോഗ്രാമിന് ഒരു ആഡ് ഓൺസ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുക്സ്, സെയിൽസ് സംബന്ധമായ ബുക്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും. സോ യു ക്യാൻ റീഡ് ഇറ്റ് ആൻഡ് യു ക്യാൻ എക്സൽ യുവർ സെയിൽസ് സ്കിൽസ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. ആരെങ്കിലും വാണ്ടഡ് ടു ഡു എ മെന്റർഷിപ്പ് പ്രോഗ്രാം, സോ ദാറ്റ് ഈസ് ഓൾസോ ബീൻ ഓഫേർഡ്. അതുകൊണ്ട് സോ അങ്ങനെ താല്പര്യമുള്ളവർ, ഞാൻ അതുകൊണ്ട് പ്രൈസും കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. സോ ദോസ് ആർ ഇൻട്രസ്റ്റഡ്. എന്റെ നമ്പർ എന്ന് പറയുന്നത് 90 ഇതിനകത്തുണ്ട്, ഞാൻ ബോസ്റ്റണിനകത്തുണ്ട്, 9061915156 ആണ് എന്റെ നമ്പർ. സോ ഡെഫിനറ്റ്ലി ഐ ഇൻവൈറ്റ് യു ഓൾ ടു ജോയിൻ ദ സെഷൻ. ആൻഡ് അത്രേ ഉള്ളൂ സാർ. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. കാരണം സെയിൽസ് എന്ന് പറയുന്നത് പല ലെവലാണ്. എങ്കിലും എന്തെങ്കിലും ആധികാരികമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. അതുപോലെ തന്നെ സാറിന്റെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അതിന്റെ ഒരു സെയിൽസ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ലൈഫ് സൈക്കോളജി തന്നെയാണ്. നമ്മളെ എത്രമാത്രം കൃത്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ പ്രസന്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റിനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. അത്രമാത്രം സെർട്ടനിറ്റി ആ പ്രോഡക്റ്റിന് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അവർ അക്സെപ്റ്റ് ചെയ്യൂ. നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് പ്രോഡക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മീനിങ് ഉണ്ട്. ഓക്കെ, എനി ഡൗട്ട്സ് എന്തെങ്കിലും? സാർ ഞാൻ പറഞ്ഞോളട്ടെ. ഒരു വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ സാറിൻ്റെ ഒരു സെഷൻ ഇന്ന് ആൻസർ ആയിട്ട് വേണ്ട, ഈ നമുക്ക് അവനവന് മാർക്കറ്റ് ചെയ്യണമല്ലോ. നമ്മളൊരു പ്രോഡക്റ്റ് അല്ലാതെ അവനവൻ ബ്രാൻഡഡ് ആവണം. അതായത് ഒരു പർട്ടിക്കുലർ പ്രൊഫഷനിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു മൾട്ടി ഫേസഡ് പേഴ്സണാലിറ്റി. അപ്പം അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്യപ്പെടണമെങ്കിൽ, ബ്രാൻഡ് ചെയ്യപ്പെടണമെങ്കിൽ അങ്ങനെ ഒരു ഈ ക്വാളിറ്റീസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു സെഷൻ ചെയ്താൽ നന്നായിരിക്കും. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല ഗംഭീരമായി ടീച്ചേഴ്സിന്, അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺസ്, ടീച്ചേഴ്സ് മാത്രമല്ലല്ലോ, ഒരു ബാക്കി ഫീൽഡിലൊക്കെ ഉള്ളവർക്കൊക്കെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ഹൗ ടു ബ്രാൻഡ് മീ എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ സാർ ചെയ്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും പേഴ്സണൽ ബ്രാൻഡിങ് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഓൾറെഡി ചെയ്യുന്നതാണ് പേഴ്സണൽ ബ്രാൻഡിങ് ഞാൻ ചെയ്യുന്നതാണ്. അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിംഗ് ഞാൻ ചെയ്യുന്നതാണ് സെപ്പറേറ്റ്. ഇത് ഞാൻ സെയിൽസിൽ മാത്രം ഫോക്കസ് ചെയ്തേക്കുക. കാരണം നമ്മൾ ഒരു മൈക്രോ നിഷിലേക്ക് പോവുകയാണ്. കാരണം സെയിൽസ് എന്ന് പറഞ്ഞാൽ വാസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോയത്. പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ടു ബ്രാൻഡ് യുവർ സെൽഫ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞത് കരിയർപ്രനർ എഴുതിയേക്കുന്നുണ്ടല്ലേ, അത് ഞാൻ രജിസ്റ്റർ ചെയ്ത് എന്റെ പോക്കറ്റിൽ വെച്ചേക്കുക. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. സോ ഇറ്റ്സ് എ ബ്രാൻഡിങ്. ഇപ്പൊ എക്സാമ്പിൾ സാറ് നോക്കിക്കഴിഞ്ഞാൽ സുദീപ് ചെറിയാന് ഫുൾ നെയിം കറക്റ്റ് ആയിട്ട് ഗൂഗിളിൽ എഴുതി കഴിഞ്ഞാൽ എന്നെ കുറിച്ച് വരും. സോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു എക്സാമ്പിൾ പറയും. ഞാൻ ഈ 3 വർഷമായി ഞാൻ തിരിച്ച് ഇന്ത്യയിൽ വന്നപ്പോൾ നോ വൺ നോസ്. കാരണം 28 വർഷത്തെ 27 ഇയേഴ്സിലെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്യാൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. കാരണം നോർത്ത് ഇന്ത്യയിലും വിദേശത്തുമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോ വൺ നോസ് മീ. അപ്പൊ ഞാൻ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ എന്റെ എക്സ്പെർട്ടൈസ് ചെയ്യുകയാണെങ്കിൽ പ്രൊഫൈൽ അയക്ക്, നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് അയക്ക്, ലിങ്ക് അയക്ക്, എനിക്കൊന്നുമില്ല. ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇസ്
Nobody is going to endorse me from എന്താ പറയുന്ന outside India. അവരുടെ ടെസ്റ്റിമോണിയൽസ് ഞാൻ എങ്ങനെ കൊണ്ടുവരും? That is difficult for me. It took 1 year to brand myself. ഞാനത് സമയമെടുത്തു. കരിയപ്രൺ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ കണ്ടുപിടിച്ചു. അത് ഞാൻ ആരെയും അറിയിക്കാതെ ഞാൻ രജിസ്റ്റർ ചെയ്തു. ഇറ്റ് ഇസ് ഇൻ മൈ നെയിം നൗ എന്ന് പറഞ്ഞ പോലെ ഇനി സുദീപ് ചെറിയാൻ എന്ന് പറഞ്ഞ് ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഡീറ്റെയിൽസ് വിൽ ബി there. ഞാൻ ഏതൊക്കെ എവിടെയാണ് പോയത്. ദാറ്റ് ഇസ് കോൾഡ് പേഴ്സണൽ ബ്രാൻഡിങ്. ഇനി നിങ്ങൾ ഈ വാട്സപ്പില് മെറ്റയുടെ ഇതുണ്ടല്ലോ, യു ക്യാൻ ആസ്ക് ഹൂ ഈസ് സുദീപ് ചെറിയാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ഓൾസോ ആൻസർ. ബിക്കോസ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യത്തക്ക രീതിയിലുള്ള ഞാൻ എല്ലാ ഡാറ്റയും ഇന്റർനെറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെനിക്ക് എപ്പോഴാ പ്രചോദനമായതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഞാൻ ഈ നമ്മൾ റീൽസ് ഒക്കെ നമ്മളെല്ലാവരും കാണാറുള്ളതാണ്. അപ്പൊ ഞാൻ ഒരു റീൽസ് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഞങ്ങളെല്ലാം എന്താ പറയുക ചെന്നൈയിലെ ഒരു US ഷോയ്ക്ക് വേണ്ടി പോയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഷോയുടെ ഡീറ്റെയിൽസ്, ഞങ്ങളുടെ പ്രൊഫൈല് എല്ലാം എടുത്തുകൊണ്ട് പോയി. പക്ഷെ ഒരാൾ മാത്രം വെബ്സൈറ്റിന്റെ അഡ്രസ്സ് മാത്രം ഒരു 1 പേജ് മാത്രമേ കൊടുക്കൂ. ഇറ്റ്സ് വെബ്സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് അവൈലബിൾ. സോ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഞാനിപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സർ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ മൈ വെബ്സൈറ്റ്. ലിങ്ക്ഡിനിൽ പൊക്കോളൂ, ലിങ്ക്ഡിനിൽ എൻ്റെ ആർട്ടിക്കിൾസ് റെഗുലറായിട്ട് വരുന്നതാണ്. യൂട്യൂബിൽ പൊക്കോളൂ, ഞാൻ ചെയ്ത ചില അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ടേക്സ് ടൈം. ഒറ്റയടിക്ക് ആരും സൂപ്പർ സ്റ്റാർ ആവില്ല. ഷാറുഖ് ഖാൻ ഒക്കെ നമുക്കറിയാലോ, സർക്കസിൽ അഭിനയിച്ച് TV സീരിയലിലൊക്കെ, അദ്ദേഹത്തിന്റെ സീരിയലൊക്കെ നമ്മൾ കണ്ടതല്ലേ, സർക്കസ് എന്ന് പറഞ്ഞ സീരിയൽ. സോ ഇറ്റ് ടുക്ക് ഹിം ടു ടേക്ക് ഒരു ബ്രാൻഡ് കിങ് ഖാൻ എന്ന് പറഞ്ഞൊരു പേര് വരാൻ തക്കവണ്ണം പുള്ളി ചെയ്ത എന്ന് പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരുന്നു, കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് ആയിരുന്നു. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ സെഷന് നമ്മൾ അതിന്റെ കുറെ എന്താ പറയുന്ന റെസിപ്പീസ് ഉണ്ട്. റെസിപ്പീസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം, കുഴപ്പമില്ല. ഇറ്റ് ഇസ് ABCD ഓഫ് ഗ്രൂമിങ് എന്ന് പറയാം. സാർ ചോദിച്ചുകൊണ്ട് ഇറ്റ് ഇസ് ഓൾവേസ് ഷെയറിങ് ഈസ് കെയറിങ്. സോ ABCD എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, A is for your appearance. നമ്മൾ മലയാളത്തിൽ ഉണ്ണിയെ കണ്ടാലാണ് ഊരിലെ പഞ്ഞം. ആളെ അറിയാം വെദർ ഹി ഈസ് സീരിയസ് ഓർ നോട്ട്. ദിസ് ഇസ് A for your attitude also. B is your behavior, how you behave to others. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ. സാബു സാർ എന്നെ കാണുമ്പോൾ സുദീപ് എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ്സ് ഹാപ്പിനെസ്. That kind of you need to create them. The communication. നമ്മുടെ ടൊണാലിറ്റി, how you are going to explain the situation. ചിലരുണ്ട് സൈസ് ഞാൻ കൊടുക്കുക അതാ ഇതാ. Nobody is interested to buy the product. Somebody is shouting at you. You need to keep calm. ആസിഫ് അലിയെ കണ്ടുപിടിച്ചു, എന്ത് ചിരിച്ച് പുഞ്ചിരിച്ചോണ്ട് അവിടെ ഇരുന്നു. Stay calm. What else you need? It is no problem. You are not buying my product. It's okay. Maybe someone else is going to buy. If you are not rejecting me, 100 people will, accept me. No problem on this. That's the communication and attitude. D for your ABC varnam. D is for your digital presence. That's what I told you. It's give you a branding. Your digital presence. You are in the ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തെളിവാണ് സോഷ്യൽ മീഡിയയിൽ you are active on this. സോ ഇതാണ് പേഴ്സണൽ ഗ്രൂമിങ്ങിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പേഴ്സണൽ ഗ്രൂമിങ്ങിന്റെ ഒരു ക്ലാസ് വേണമെന്നാണ് ശുദ്ധോധന ഡോക്ടർ പറഞ്ഞത്. Sure, we can do that. We can do that. പറയൂ സർ, റോയ് സർ. ഒരു കാര്യം പറഞ്ഞോട്ടെ, സാറ് പറഞ്ഞ സ്മൈലിന്റെ കാര്യം പറഞ്ഞു. അത് പേഴ്സൺ ടു പേഴ്സൺ വേരീഡ് ആണ്. ഇപ്പം നമ്മൾ തന്നെ ഗ്രൂപ്പിലായിട്ട് പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒത്തിരി ആൾക്കാരെ നമ്മൾ കാണുന്നു. ചില ആൾക്കാരെ കണ്ട ഒരു പ്രാവശ്യം മുഖത്തേക്ക് നോക്കാൻ തോന്നുള്ളൂ, പിന്നെ തോന്നി. ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ വളരെ പ്ലീസിങ് ആയിട്ട് അവരോടൊന്ന് വർത്തമാനം പറയണം എന്ന് തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു പേഴ്സണൽ ക്വാളിറ്റീസും ഇതിനകത്ത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഒക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പറഞ്ഞു ചോദിച്ചാൽ സാറ് കറക്റ്റാണ് പറഞ്ഞത്. നമുക്ക് ജന്മനാലുള്ള സ്കില്ലുണ്ട്, അക്വേർഡ് സ്കില്ലുണ്ട് അല്ലേ? നമുക്ക് പാടി 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 ചെയ്തോണ്ട് ചിലരുണ്ട്
ബൈ ബർത്ത് തന്നെ ദൈവം അനുഗ്രഹിച്ച് നല്ല സ്വരം കിട്ടിയവരുണ്ട്. പ്രാക്ടീസ് ചെയ്യാണ്. എനിക്ക് പാട്ടിനോട് വലിയ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് സാധകം ചെയ്ത് എൻ്റെ ശബ്ദത്തെ, ബിക്കോസ് ഐ ഹാവ് എ വിഷൻ, അല്ലെ, എനിക്ക് അതിനു വേണ്ടി എനിക്കൊരു ആഗ്രഹം തോന്നാം. ഞാൻ 10 പ്രാവശ്യം എനിക്ക് ചിരി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ചിരിക്കാൻ പഠിക്കും. പക്ഷെ അത് ഉള്ളിൽ നിന്ന് വരണം. പക്ഷെ നാച്ചുറൽ സ്മൈൽ അതിൻ്റെതായ വിലയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെതായ വിലയുണ്ട്. അതിനാൽ ഞാനൊരു കാര്യം, റോയ് സാർ എപ്പോഴും ചിരിച്ചോണ്ടാണ് സെഷനിലൊക്കെ ഇരിക്കുന്നത്, സംസാരിക്കുന്നത്. വെരി ഉലനാൻ സാറും ഒക്കെ എല്ലാം തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെയിൽസിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന ആളില് ഇതുപോലെ ഒരു നാച്ചുറൽ ക്വാളിറ്റി ഉള്ള ആളുകളെ ആയിരിക്കേണ്ടത് അല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അത്രേ ഉള്ളൂ. തീർച്ചയായും സാറേ, HR ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെയാണ് എടുക്കേണ്ടത്. പണ്ടൊക്കെ അങ്ങനൊന്നും അല്ലായിരുന്നു എടുത്തോണ്ടിരുന്നത്. പക്ഷെ ദേ ഹാവ് ടു ടേക്ക് സച്ച് പീപ്പിൾ. എടുത്തതിലെ കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് അറിയാം. ഇപ്പം ഇന്ത്യൻ ടീമിൽ പോലും ഒരു എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫിറ്റ്നസ് ഇസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന പോലെ ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഹാസ് ടു ബി സെറ്റ്. പല മൾട്ടിനാഷണൽ കമ്പനികൾ ഡിജിറ്റൽ പ്രസൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞു, കോളേജിൽ പറയുന്നതാണ്, ഇന്ന് ഡിജിറ്റൽ പ്രസൻസ് ഇസ് വളരെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇന്ന് ഫേസ്ബുക്കിലും നിങ്ങൾ ഇൻസ്റ്റയിലും അൺവാണ്ടഡ് സൈറ്റ്സിലും ഒക്കെ വരുന്നത് ഇറ്റ് ഹാസ് എ ഡിജിറ്റൽ ഫുട് പ്രിന്റ് ഈസ് അവൈലബിൾ ഇൻ ദ ഇന്റർനെറ്റ്. ഇപ്പൊ ഞാന് ഈ 50 വർഷത്തിനുള്ളിൽ ഞാൻ എന്തെല്ലാം നോക്കിയിട്ടുണ്ടെന്നുള്ളത് someone can easily trace it out. അപ്പോൾ they can able to make it. ഞാൻ നാളെ സാബു സാറിന്റെ ഒരു കമ്പനി ഉണ്ട്, സാബു സാറിന്റെ കമ്പനി ഞാൻ ജോയിൻ ചെയ്യുന്നു. സാബു സാറ് ആരെങ്കിലും പരിചയമുള്ളവർ ഇവന്റെ ഒരു ഹിസ്റ്ററി ഒന്ന് നോക്കി, they can easily. പോലീസുകാരന് നോക്കത്തില്ലേ നമ്മുടെ ഹിസ്റ്ററി? ഇവൻ പൊളിറ്റിക്കലി ഇൻവോൾവ് ആണോ, ഏതെങ്കിലും പാർട്ടിയുമായിട്ട് ഇൻവോൾവ് ചെയ്താണോ, എന്തെങ്കിലും മെസ്സേജുകൾ എഴുതുന്നുണ്ടോ, അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജ് ആർക്കെങ്കിലും അയക്കുന്നുണ്ടോ? അപ്പൊ ഈ സുദീപിനെ പോലുള്ള ഒരു വ്യക്തിയെ ഞാൻ എന്തിനാ കമ്പനിയിൽ എടുക്കുന്നത്? ബിക്കോസ് ഐ ഹാസ് ടേക്കൺ ദാറ്റ് ഓൾ ദ ഡീറ്റെയിൽസ്. അപ്പൊ ഒരു കമ്പനി, ഇന്ന് ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, ബി അവെയർ ഓൺ ദിസ്. കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ കമ്പനി, മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഞാൻ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാനാണ് മൾട്ടിനാഷണൽ HR ആണെങ്കിൽ, ഐ നീഡ് ടു ലുക്ക് ഇൻ ടു ദ യുവർ ക്യാരക്ടർ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. C ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിന് നമുക്ക് ക്യാരക്ടർ വെക്കാം. HR പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വേണം. ദ ക്യാരക്ടർ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. പുറമേ മുഖം മൂടിയുള്ളവരാണ് എല്ലാവരും, അല്ലേ? എവറിബഡി ഇസ് ലൈക്ക് ദാറ്റ്. ബട്ട് ഇൻസൈഡ്, അല്ലേ, അവന്റെ സ്വഭാവം അറിയണേ വീട്ടിൽ പോയി നോക്കണമെന്ന് പറയത്തില്ലേ നമ്മളെ? സോ സിമിലർലി ഇറ്റ് ഇസ് ദ സെയിം തിങ്. സോ യു നീഡ് ടു പേഴ്സണൽ, നമ്മൾ പേഴ്സണൽ, ഡോക്ടർ പറഞ്ഞ പോലെ ഈ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂമിങ് പേഴ്സണൽ ലെവലിൽ നടന്ന്, പേഴ്സണൽ ബ്രാൻഡിങ് നടന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു ബ്രാൻഡിങ്ങില്, അതായത് കമ്പനിയിൽ ഒരു ബ്രാൻഡിങ് നടക്കാൻ പറ്റും. യു നീഡ് ടു ഹാവ് ആൻ ഇമേജ് ഫോർ യുവർ സെൽഫ്. ഞാൻ പറഞ്ഞല്ലേ, ഇഫ് യു cannot do that, who will do it for me? If I don't do, who will do it for me? എനിക്ക് വേണ്ടി ആര് ചെയ്യും? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു 2-3 വീക്സ് എനിക്ക് പനിയായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. സോ മെജോറിറ്റി എൻ്റെ എന്താ പറയുന്നത് ട്രെയിനിങ് സെഷൻസ് ഒക്കെ പലപ്പോഴും പോസ്റ്റ്പോൺ ചെയ്യുകയും ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വന്നു. സോ ഐ കനോട്ട് പുട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മീ, അല്ലേ? അപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ, എന്നാലേ അതിന്റെ പെർഫെക്ഷൻ ഉണ്ടാകത്തുള്ളൂ. സോ യു നീഡ് ടു സ്കെയിൽ അപ്പ്. നമുക്ക് ബുദ്ധിമുട്ടുകളും എന്താ പറയുന്ന പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ബട്ട് വി നീഡ് ടു ബി വിജിലന്റ് വാട്ട് യു വാണ്ട് ടു അച്ചീവ് ഇൻ യുവർ ലൈഫ്. ഗോൾ സെറ്റിങ്ങിനാണ്. അപ്പൊ സ്മാർട്ട് ഗോൾസ് ഉണ്ട്. വേണമെങ്കിൽ സ്മാർട്ട് ഗോൾസിന്റെ സെറ്റിങ്സ് എല്ലാവരും എടുക്കുന്ന സെഷൻ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ടച്ച് ചെയ്യാഞ്ഞത്. ഏതായാലും സാറിന്റെ ക്ലാസ്സില് സാധാരണ ഈ നോളജ് ഒത്തിരി വായിച്ചും അക്വയർ ചെയ്യാൻ പറ്റും. ഇതല്ല, ഇത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ സാർ അക്വയർ ചെയ്ത നോളജാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ. ഇപ്പോൾ സാറ് പറഞ്ഞ ചിലപ്പോൾ ഈ ഐസ്ബർഗിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ കോൺഷ്യസ് മൈൻഡിനെയും ബോധ മനസ്സിനെയൊക്കെ പറയുമ്പോഴൊക്കെ പറയാറുണ്ട്. പക്ഷെ സാറ് പറഞ്ഞ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് തോന്നി. സക്സസ് മാത്രമേ മോളിൽ കാണുന്നുള്ളൂ, ഇതിൻ്റെ അടി കിടക്കുന്ന കാര്യങ്ങളൊക്കെ അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകാത്ത രീതിയിലാണ് സാറ് പറഞ്ഞത്. അതിലൊക്കെ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറക്കി വിട്ടാൽ ജനലിൽ കൂടെ അകത്ത് കയറണം എന്ന് പറയുന്ന കാര്യം.
അതൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. ബിസിനസ്സിലായാലും അല്ലെങ്കിലും അല്ലേ, നമ്മളെ വാതിലൂടെ ഇറക്കി വിട്ട ജനലിൽ കൂടെ കയറാൻ നോക്കുക എന്ന് പറയുന്ന ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ, വളരെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഡയറക്ഷൻസ് ആണ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എൻജോയ് വെരി മച്ച്. കാരണം ഈ ബിസിനസ്സുകാരനല്ലെങ്കിലും ആ പ്രസന്റേഷൻ സ്റ്റൈലും മറ്റത് എനിക്ക് വളരെയധികം എൻജോയബിൾ ആയിട്ട്. ഓക്കെ സർ, താങ്ക് യു സർ. ഇറക്കി വിട്ട ഇറക്കി പോയ വഴി പോകരുത്, തിരിച്ചു വരണം അങ്ങോട്ട് തന്നെ. അതെ, സർ പ്ലീസ്. സുജിത് സാറ്, ഞാൻ ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത്. രണ്ടും അതിന് പറ്റും. സാറിൻ്റെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻ അട്രാക്റ്റഡ് അസ് എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. ഒരു സ്പീക്കറെ നാം ശ്രദ്ധിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അത് നമുക്ക് പ്ലീസിങ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹം എന്തു മണ്ടത്തരം പറഞ്ഞാലും നന്മ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ മുഖത്തും നമ്മൾ മാറില്ല. ഈ സെയിൽസ്മാൻ്റെ മറ്റൊരു പ്രത്യേകത, സാറ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. വീട്ടിൽ ഭിക്ഷക്കാർ വരും. ചില ആൾ വന്ന് ഒന്നും ചോദിക്കണ്ട, അല്ലാതെ തന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുത്തു ഓക്കെ എന്ന് പറഞ്ഞു വിടും. ചിലർ ഒത്തിരി നേരം വന്ന് അലച്ചാൽ പോലും ഇത് ഞാൻ നമുക്കൊരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ചതിൻ്റെ 4/1 പോലും അദ്ദേഹത്തിന് വാങ്ങാനുള്ള യോഗം ഉണ്ടാവില്ല. എനിക്ക് അദ്ദേഹത്തിനോട് പേഴ്സണലായിട്ട് യാതൊരു വിഷമവും ഇല്ല. സാർ ആ ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു, ഡോണ്ട് ഇറിറ്റേറ്റ്. ഈ വാങ്ങാനുള്ള ആളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ അയാളെ പ്രോത്സാഹിപ്പിക്കാനുള്ള സൗകര്യം എന്താണ്, അയാളുടെ നീഡ് എന്താണ്, ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ചെയ്താൽ തീർച്ചയായിട്ടും ആ സെയിൽ നടക്കും. ഒരു സംശയമില്ല. ആ സെയിൽ നടക്കണമെങ്കിൽ പോസിറ്റീവായിട്ടൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആവശ്യമാണ്. അപ്പോൾ നമുക്കിത് വേണോ? പലപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് വലിയ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. അതിന് സാഹചര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങളെ മുതലെടുക്കുന്നത് ഈ സെയിൽ ഡീഡ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവരാറുണ്ട് ഒരുപാട് സാധനങ്ങൾ. നമുക്കിതൊന്നും വേണ്ട, ടെസ്റ്റ് ഒന്നും വേണ്ട, പൊയ്ക്കോളൂ എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാളൊരു പുതിയ സാധനം എടുത്തിട്ട് സാർ ഇത് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്നിട്ട് ഇതിൻ്റെ ഒരു 100 ഗുണങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് അതൊന്ന് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നും. ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന വൈഫിനെ വിളിച്ചിട്ട് ഇത് വേണോ, നിനക്കൊന്ന് നോക്കിക്ക്. പിന്നെ കഴിഞ്ഞു, ആ മനുഷ്യൻ നമുക്കത് തന്നിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ അയാളിൽ നിന്ന് വാങ്ങിയിട്ടേ അത് പോവുള്ളൂ. അത് സെയിൽസ്മാൻ്റെ ആ ഡീഡിൻ്റെ പ്രത്യേകതയാണ്, അയാളുടെ അപ്രോച്ചാണ്. അപ്പോൾ ഈ ഇതിൽ ആ വ്യക്തിയുടെ അപ്രോച്ചാണ് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ നമ്മൾ വാങ്ങുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരും. എന്തിനാലും സാറ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ കാര്യങ്ങൾ സിമ്പിളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു. എനിക്ക് ഈ ബിസിനസ്സുമായിട്ട് യാതൊരു താല്പര്യമില്ല. ബിസിനസ്സിൻ്റെ ക്ലാസ്സുകൾ വരുമ്പോഴൊന്നും ഞാൻ കയറാറില്ല. പക്ഷെ ഇന്ന് ഞാൻ കയറിയപ്പോൾ എനിക്ക് തോന്നി ഇത് നഷ്ടമുള്ളൊരു കാര്യമല്ല. അവസാനം ഡോക്ടർ ശുദ്ധോധനൻ സാറ് പറഞ്ഞു പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച്. അത് വളരെ അത്യാവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ എനിക്ക് ഒരു ക്ലിനിക്കുണ്ട്, സൈക്കോളജിക്കൽ ക്ലിനിക്കാണ്. പലരും ചോദിക്കും സാറേ സാറില്ലെങ്കിലും മറ്റാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഞാൻ പറഞ്ഞു ഇല്ല, ഞാനില്ലെങ്കിൽ ഞാനത് ക്ലോസ് ചെയ്തിരുന്നു. എന്താണ് കാരണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി അത് അലോ ചെയ്തിട്ട് അയാളിൽ ഒരു തെറ്റ് പറ്റിയാൽ അയാളെ ആരും അറിയില്ല, എന്നെ അറിയുള്ളൂ. ആ ഡോക്ടറെ അടുത്ത് ഇനി പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സാണ് അല്ലെങ്കിൽ എൻ്റെ സർവീസാണ് മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുന്നത്. ഈ ഒരു അവസ്ഥയും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് കൂടെ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വളരെ വാലിഡ് ആണ്. പിന്നെ സാറിനോട് ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു 3 വീക്സ് എനിക്കൊരു പ്രയാസമുള്ളതുകൊണ്ട് ഞാൻ പല പോസ്റ്റ്പോൺ ചെയ്യും. അപ്പോൾ ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബ്രാൻഡ് ആകുകയാണെങ്കിൽ യു കുഡ് ഏബിൾ ടു ഡെലിവർ ദ കസ്റ്റമർ വിത്ത് നമ്മൾ ഇപ്പൊ സാറ് ഇല്ലാത്തപ്പം ക്ലിനിക്കിൽ വേറൊരാളെ ചെയ്യാനുള്ള ട്രസ്റ്റ്. ഇപ്പൊ ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്റെ ക്ലാസ് പോസ്റ്റ്പോൺ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് എനിക്കൊരു ട്രെയിനറെ വെച്ചതിന് ശേഷം ഐ ക്യാൻ ഗീവ് മൈ സർവീസസ് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കാമായിരുന്നു.
ഞാൻ പക്ഷെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു സാർ കുഴപ്പമില്ല പോസ്റ്റ്പോൺ ചെയ്തോളാൻ പറഞ്ഞ് അവർ സിഗ്നേച്ചർ. പക്ഷെ ഞാൻ പോസ്റ്റ്പോൺ ചെയ്യാതെ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ സാബു സാറിനെയും വിളിക്കുന്നു, സാബു സാറ് സെഷൻ എടുക്കുന്നതായിരിക്കും, പക്ഷെ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം എന്റെ സെഷൻ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇറ്റ്സ് മേക്സ് എ വാല്യൂ. കാരണം ഇതൊരു തോട്ട് പ്രോസസ് ആയിരുന്നു. ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്തു. എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ് വന്നിട്ട് തീർച്ചയായിട്ടും സുദീപ് യു ഹാവ് ടു ഡു ദിസ്. കസ്റ്റമർ നമ്മൾ പ്രോമിസ് ചെയ്തത് നമ്മൾ ഡിലേ ചെയ്യുമ്പോൾ ബിക്കോസ് ഹി അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, കാരണം എനിക്ക് അറിയാവുന്ന കസ്റ്റമർ ആയതുകൊണ്ട്. പക്ഷേ ഇഫ് യു ഡു ദാറ്റ് തിങ്, ഇഫ് യു ക്യാൻ ഡെലിവർ എ ട്രെയിനർ ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ആൻഡ് യു ഗോ ദെയർ ലേറ്റർ, നമ്മൾ കൊടുക്കുക. ദാറ്റ് ഇസ് എ ഫ്രീ സർവീസ്. ചെയ്യുകയാണെങ്കിൽ കസ്റ്റമർ ഡിലൈറ്റ്മെന്റ് സാറ്റിസ്ഫാക്ഷൻ അപ്പുറത്തൊരു കസ്റ്റമർ വിൽ ബി ഡിലൈറ്റഡ്. ഇപ്പൊ നമുക്ക് കുറെ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ശരിയാണ് ഇന്നതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്നുള്ള തോട്ടിലോട്ട് പോകും. പിന്നെ 2, നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വളരത്തില്ല. കാരണം ഒരു ട്രെയിനിങ് കിട്ടി ഞാൻ പോകുന്നു, അടുത്ത ട്രെയിനിങ് കിട്ടി ഞാൻ പോകുന്നു. ഐ ഷുഡ് ബി ഏബിൾ ടു സെൻഡ് സം പീപ്പിൾ അണ്ടർ മീ, ദെൻ ഓൺലി ഐ ഗ്രോ. അല്ലേ? ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഗെറ്റ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് എന്നാലേ നമ്മൾ പൊസിഷൻ മുകളിലോട്ട് പോകത്തുള്ളൂ. ഇപ്പോഴും നമ്മൾ എന്താ പറയുന്ന പിയൂന്റെ പണി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു വിൽ നോട്ട് ബിക്കം എ സിഇഒ ഓഫ് ദ കമ്പനി. അപ്പൊ ഗ്രോത്ത്, അപ്പൊ ഇതൊക്കെ എന്താ പറയുന്നത് ലാസ്റ്റ് മന്തില് എനിക്ക് വന്ന കാര്യങ്ങൾ ഒരു ലേണിംഗ് ആയിരുന്നു. സോ അപ്പൊ ഞാനിപ്പോൾ ട്രെയിനേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഐ വാസ് വൺ ഐഡിയ ഇസ് ബിഹൈൻഡ് മീ. Trainers also can welcome on the session, get trained so that they can go to the companies and give them the training. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം സെയിൽസ് ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാർ ഇവിടെ എടുക്കാറുള്ളൂ. കൂടുതലും മോട്ടിവേഷൻ ആണ് നടക്കാറുള്ളത്. യു ക്യാൻ ഡു. സർ ഡോക്ടർ പറഞ്ഞു. ഈ നമ്മുടെ ഈ ബിസിനസ് പ്രൊമോഷന്റെ ഇതിലൊന്നും പെടാത്ത സാറിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു രസകരമായ കാര്യം പറയാം. അതായത് കൊല്ലങ്കോട് എനിക്കൊരു സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉള്ളിടത്ത് അതിൻ്റെ അടുത്ത് ഈ സിനിമ ഷൂട്ടിംഗ് ധാരാളം നടക്കാറുണ്ട്. അപ്പോൾ ഈ വിനീത് ശ്രീനിവാസനും ഗ്രൂപ്പും വന്നപ്പോൾ അവിടെ വേറെ ഹോട്ടൽ ഭക്ഷണമൊന്നും ഇല്ലാതെ നമ്മുടെ അയ്യപ്പേട്ടൻ്റെ ചായപ്പീടിയ ഒരു ചെറിയ കടയൊക്കെയാണ്. അപ്പോൾ അവർക്ക് വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഒക്കെ ഇദ്ദേഹം ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ഈ ഊണിന് 110 രൂപയെ വാങ്ങുള്ളൂ. അത് സിനിമാ താരം ഊണ് കഴിച്ചാലും ഇത് സാധാരണക്കാർ പോയാലും ചുമട്ടുതൊഴിലാളി പോയാലും ഇങ്ങനെ വാങ്ങുള്ളായിരുന്നു. അപ്പോൾ ഈ ഷൂട്ടിംഗ് ടൈമിലൊക്കെ അവിടുന്ന് തന്നെ ഇവർ വന്ന് ഭക്ഷണം കഴിച്ചു. പുള്ളി പ്രത്യേകിച്ച് യാതൊരു ബിസിനസ് പ്രൊമോഷന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഈ കസ്റ്റമറെ തൃപ്തിപ്പെടുത്തിയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഈ അയ്യപ്പേട്ടൻ്റെ കടയിൽ എന്ന് പറഞ്ഞ ഒരു ഡയലോഗും കൊടുത്ത് ഈ സംഭവം കൊണ്ട് കൊടുത്തില്ലേ. ഇപ്പോൾ അയ്യപ്പേട്ടൻ്റെ കടയിൽ നമ്മൾ 11 മണിക്ക് പോയി നിന്നാലേ 2 മണിക്കേ ഊണ് കിട്ടുള്ളൂ. അത്ര ഗംഭീരമായിട്ട് അത് വളർന്നു വലുതായി. അത് ഷീറ്റൊക്കെ ഇട്ട് എക്സ്പാൻഡ് ചെയ്തു. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഈ കല്യാണം കഴിച്ചു പോയ മകളും സ്വന്തക്കാരും ഒക്കെ കൂടെ വന്ന് അവിടെ സർവീസിനൊക്കെ നിന്നിട്ട് ഇദ്ദേഹം ബിസിനസ് പ്രൊമോഷനായിട്ട് പ്രത്യേകിച്ച് മനഃപൂർവ്വം ഒന്നും ചെയ്തില്ല. ക്ലയൻസിനെ ഗ്രൂം ചെയ്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ക്ലയൻസിനെ ബോറടിച്ചില്ല. വൃത്തിയായും ഭംഗിയായും അതങ്ങോട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അവിടെ ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ ധാരാളം പേര് അവിടെ എന്നെ റെക്കമെൻഡ് ചെയ്യാനുണ്ട്. അവിടെ ഒരു കസേര കിട്ടണം ഊണ് കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വന്ന് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലെ ചില ഈ അത്ഭുതകരങ്ങളായ സംഭവങ്ങളും ഈ ബിസിനസ് പ്രൊമോഷനിൽ സംഭവിക്കാറ്. അപ്പോൾ എല്ലാ കസ്റ്റമറെയും നമ്മൾ പരമാവധി തൃപ്തിപ്പെടുത്തുമ്പോൾ ഓർക്കാപ്പുറത്ത് ചില ദൈവാനുഗ്രഹങ്ങൾ ഇങ്ങനെ വന്ന് വീഴാറുണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സാർ ഇപ്പൊ നമ്മള് സാറ് താങ്ക് യു സോ മച്ച് സാർ. അത് ഒരു തീർച്ചയായിട്ടും അത് ഇതിന്റെ പേരാണ് എന്താ പറയുന്നത് ലോട്ടറി മാജിക് എന്ന് പറയുന്നത്. ഇപ്പം നമ്മള് മലയാളികളെല്ലാം ലോട്ടറി, ഇൻക്ലൂഡിങ് മീ, പെട്രോൾ അടിക്കാൻ കയറുമ്പോൾ ആരെങ്കിലും കൊണ്ട് കാണിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ ലോട്ടറി അടിക്കുമെന്നുള്ള പ്രതീക്ഷയിലല്ല, ഇദ്ദേഹത്തെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അടിച്ചാലോ എന്നൊരു ചോദ്യം ചോദിച്ചു. പക്ഷെ പെർസെന്റ് ഓഫ് സക്സസ് ഈസ് 1%, അല്ലെ? ഒരാൾക്ക് മാത്രമേ അടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് അടിച്ചതൊരു ലോട്ടറി ആയിരുന്നു. പ്രതീക്ഷിക്കുക, അദ്ദേഹം എടുക്കാത്തൊരു ലോട്ടറി. മറ്റേ എടുത്ത ലോട്ടറിയാണ്, എടുക്കാത്തൊരു ലോട്ടറി. അത് വളരെ റെയർ ആയിട്ടുള്ളത് വീണ് കിട്ടുക, അത് ദൈവാനുഗ്രഹം എന്ന് പറയാം ഒരുപക്ഷെ, എന്നേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ ദൈവാനുഗ്രഹത്തെ പുള്ളി സ്കെയിലപ്പ് ചെയ്തു, അല്ലെ? റിജക്ട് ചെയ്തില്ല. അദ്ദേഹത്തിനൊരു ചാൻസ് കിട്ടിയപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ പുള്ളി ശ്രമിച്ചു. അതാണ്. പിന്നെ
ഫുഡിന് അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും അവർ റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ 4 ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് കൂട്ടുന്ന അദ്ദേഹം പ്രൈസ് കൂട്ടിയിട്ടില്ല. അത് നോക്കിയേ, നമ്മൾ ആ സ്ലൈഡ് നോക്കി കഴിഞ്ഞാൽ പ്രൈസ് ഇറ്റ്സ് നോട്ട് കൊല്ലങ്കോട് അയ്യപ്പേട്ടന്റെ കട. സോ അപ്പം പ്രൈസ് കൂട്ടിയിട്ടില്ല, പുള്ളി ക്വാളിറ്റി, ഈ മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി. അപ്പൊ നമ്മുടെ സെയിൽസ് ട്രിഗറിങ് പോയിന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ആയിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം എക്സ്പാൻഡ് ചെയ്തു. അദ്ദേഹം കാറ്ററിംഗ് സർവീസും തുടങ്ങി. ഇപ്പോൾ അവിടെ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലെ സെൻഡ് ഓഫ് അതേപോലുള്ള എല്ലാത്തിനും ഇദ്ദേഹത്തിന്റെ കാറ്ററിംഗ് സർവീസോട് അദ്ദേഹം തുടങ്ങി. ഇപ്പോൾ വലിയ ഈ വലിയ 3 സ്റ്റാർ 4 സ്റ്റാറുകാരുടെ ഇൻകം പുള്ളിക്ക് കിട്ടി. പക്ഷെ ഈ പറഞ്ഞ പോലെ സമാധാനം പോയി അല്ലേ? അല്ലല്ല, ഈസ് എൻജോയിങ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും സെൽഫി എടുക്കാൻ നിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ആൾക്കാർ വരുന്നവരുടെ എല്ലാം അടുത്ത് വളരെ സമാധാനത്തിൽ തന്നെ പഴയ ആ ബനിയനിട്ട് തന്നെയാണ് അയാൾ നിൽക്കുന്നതും വിളമ്പുന്നതും ഒക്കെ. അപ്പൊ ചെല്ലുന്നവർക്കൊക്കെ ഒരു അത്ഭുതകരമായ അയ്യപ്പേട്ടനെ പ്രതീക്ഷിക്കുമ്പോൾ സാധാരണ നമ്മുടെ റോഡ് സൈഡിൽ കാണുന്ന ഒരു തട്ടുകടക്കാരനെ തന്നെയായിട്ടാണ് നിൽക്കുന്നതൊക്കെ. പക്ഷെ വീടൊക്കെ വലുതായി. ഇപ്പോൾ വലിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ 2-3 മാരുതി ഓമ്നിയൊക്കെ ഈ കാറ്ററിങ്ങിന് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അങ്ങനെ ചില ഭാഗ്യങ്ങളോട് ഇതിന്റെ കൂടെ വേണം നമ്മൾ എന്തൊക്കെ ചെയ്താലും. അതായത് യോഗം അല്ലേ? എന്തോ രാജയോഗം എന്നൊക്കെ പറഞ്ഞു. സാറേ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഒരാൾ സാക്ഷ്യം പറഞ്ഞതാണ്. ഒരു പുള്ളി അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. ഇങ്ങനെ ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ സമയത്ത് പുള്ളി ഒരു റെസ്റ്റോറൻറ്റിൽ പോയതായിരുന്നു. അപ്പം റെസ്റ്റോറൻറ്റിൽ പോയെന്ന് പറഞ്ഞാൽ പുള്ളി കഴിക്കാൻ വേണ്ടിയല്ല, വേറെ പുള്ളിയുടെ ഡ്രൈവർ ജോലിയായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അറബി ഉണ്ടായിരുന്നു. പുള്ളി കാശ് എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് കാശ് ഇങ്ങനെ ഈ നാണയം ഇങ്ങനെ കറങ്ങി താഴോട്ട് വന്നു. അപ്പം പുള്ളി ഇത് കണ്ടിട്ട് നേരെ പോയി ആ നാണയങ്ങളെല്ലാം പറക്കി പുള്ളിയുടെ കൊടുത്തു. അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ താങ്ക് യു പറഞ്ഞു. ഒറ്റ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറഞ്ഞു, വാട്ട് ആർ യു ഡൂയിങ്? പുള്ളി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു അറബി തന്നെ. പുള്ളി മറുപടി പറഞ്ഞു. അതായത് മറുപടി അറബിയിലാണ് പുള്ളി പറഞ്ഞത്. റിപ്ലൈ ഇംഗ്ലീഷിലാണ് അറബി ചോദിച്ചത്. മറുപടി അറബിയിൽ പറഞ്ഞു, ഞാനൊരു ഡ്രൈവറാണ് എന്ന് പറഞ്ഞു. ഓ, ഡ്രൈവറാണ്, ഏത് കമ്പനി? പുള്ളി പറഞ്ഞു കമ്പനി ഇല്ല, ഞാൻ ഇപ്പം ക്യാൻസലേഷൻ ആണ്. നാളെ എന്നെ വന്ന് കാണാൻ. എവിടെയാണ് സർ? ഞാൻ ഇന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഞാൻ അവിടുത്തെ ഹെഡാണ്. ഇതൊരു വലിയൊരു പൊസിഷനാണ്, കമ്മീഷണർ ആ ലെവലിലുള്ള പൊസിഷനുള്ള ഒരു അറബിയാണ്. പുള്ളി പിറ്റേ ദിവസം അവിടെ ചെന്നു. പുള്ളിക്ക് ജീപ്പ് ഓടിക്കാൻ, അവിടുത്തെ കാറ് ജീപ്പ് 2-3 എണ്ണം ഓടിക്കാനുള്ള എന്താ പറയുന്നത് ട്രയൽസ് കൊടുത്തു. സ്പീഡിൽ ഓടിപ്പിക്കാൻ പറഞ്ഞു. സ്പീഡിൽ പുള്ളി ഭയങ്കര സ്പീഡിൽ ഓടിച്ചു. അതെല്ലാം സാറ്റിസ്ഫൈ ആയി. പുള്ളി ഷാർജ ഗവൺമെന്റിന്റെ ഡ്രൈവറായിട്ട് പുള്ളി അപ്പോയിന്റഡ് ആയി. Luck comes through a 1 dirham coin. പുള്ളിയായിട്ടൊന്നും ചെയ്തതല്ലല്ലോ. ഈ ഒരു പുള്ളി ചർച്ചിൽ വന്ന് പുള്ളി സാക്ഷ്യം പറഞ്ഞു. അതാണ് പറഞ്ഞത്. ഇദ്ദേഹം ഇപ്പം എന്താ പറയുന്നത്, വളരെ ഇപ്പം ഡ്രൈവറായിട്ടല്ല, പുള്ളി നല്ല മിടുക്കനാണ്. ഇപ്പം അവിടെ ഒരു സൂപ്പർവൈസർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ്. വി നെവർ നോ വേർ ദ ലക്ക് കംസ് വിത്ത് ദ 1 rupee കോയിൻ ഓർ ദ മൂവിയിലെ സ്റ്റാർ വന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. വി നെവർ നോ. സോ എന്തായാലും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ വെയിറ്റ് ചെയ്യും. വിത്ത് ഓൾ റിസോഴ്സസ്. അഞ്ജന എന്തെങ്കിലും പറയുന്നു? വിൽസൺ, നാഷ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ്. യെസ് അഞ്ജന. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു മാം. ഞാനൊരു ഫീൽഡിൽ തന്നെ LIC ഏജന്റാണ്. LIC ഏജന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതെ അതെ. LICയിൽ എനിക്കൊന്ന് നല്ലൊരു ട്രെയിനിങ് കിട്ടുന്നുണ്ട് ഓഫീസിൽ അല്ലേ? റെഗുലർ ആയിട്ട്. ഇത് എന്റെ ക്ലാസ്സിൽ 3 ദിവസം എന്ന് പറയുന്നത് സെയിൽസിനെ മാത്രം ഫോക്കസ് ചെയ്ത, വേറെ ഒന്നും കവർ ചെയ്യുന്നില്ല. ഓൺലി സെയിൽസ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ സുധീർ സാർ, താങ്ക് യു വെരി മച്ച്. വീണ്ടും നമുക്ക് കാണാം അടുത്തൊരു പുതിയ ടോപ്പിക്കുമായിട്ട്. നാളെ ആസ് യൂഷ്വൽ നമ്മള് മ്യൂസിക് തെറാപ്പിയുടെ ക്ലാസ് ആണ്. നാളെ
ഓക്കെ, അപ്പൊ നാളെ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു വൺസ് അഗൈൻ സുദീപ് സാർ. താങ്ക് യു Okay. എല്ലാവർക്കും. Thank you, sir. Thanks for the opportunity. See you. Bye. Thank you. Bye. See you.